എവരിവൺ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖാണെന്ന് ഗുഡ് ഈവനിങ്. വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിംബിൾ അക്കാദമി കൗൺസിലറാണ്. നമുക്കറിയാം, വിംബിൾ അക്കാദമിയുടെ കീഴിലായി സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാർസിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദിനേന എന്നോണം വ്യത്യസ്തമായ വിഷയങ്ങളിൽ നമ്മൾ ഫ്രീ വെബിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലേ. അതുപോലെ തന്നെ ഇതിനായി നമ്മുടെ ഫാക്കൽറ്റീസ് വളരെ സജീവമായി തന്നെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിലേക്ക് ദിനേന എന്നോണം ഒരുപാട് പേർ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയി നമ്മുടെ വെബിനാറിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വിംബിൾ അക്കാദമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജി, സൈക്കോതെറാപ്പി മേഖലകളിൽ വ്യത്യസ്തമായ കോഴ്സുകളും വർക്ക്ഷോപ്പുകളും നമ്മൾ ഓൺലൈനിലായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും നടത്തി വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാസം മുതൽ നമ്മൾ ഇന്റേൺഷിപ്പ്, അതുപോലെ റെമഡിയൽ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ, നമ്മൾ ഫിസിക്കൽ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഫീൽഡ് വിസിറ്റിംഗ് നമ്മൾ ഒരു തവണ ചെയ്തതായിരുന്നു. അതിന്റെ രണ്ടാമത്തത് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ്, ഡിപ്ലോമ, PG ഡിപ്ലോമ തുടങ്ങി ഒട്ടനവധി പുതിയ കോഴ്സുകളും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് മാത്രമല്ല, നമ്മുടെ ഇവിടെ അറ്റൻഡ് ചെയ്തുള്ള സൈക്കോതെറാപ്പി പോലെ ഒരുപാട് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുള്ള സ്റ്റുഡൻസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായി മാറുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സമൂഹത്തിലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ വളരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പലരുടെയും ഒരു ആഗ്രഹമാണ് നമുക്ക് എങ്ങനെ സൈക്കോളജിയിൽ ഒരു PG നേടാം എന്നുള്ളത്. എങ്കിൽ ആ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ വരാറുണ്ട് അല്ലെ. നമ്മൾ ഏതിൽ ചെയ്യും, ഏത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യും, അതിന്റെ സബ്ജക്ട്സ് എങ്ങനെയായിരിക്കും, എക്സാംസ് എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് തുടങ്ങി ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എൻക്വയറി ചെയ്യുന്ന ടൈമിലാണെങ്കിലോ ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കേൾക്കാറുമുണ്ട്. അപ്പൊ ടോട്ടലി നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോവാറുണ്ട്. എങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലെ നമ്മുടെ ഇഗ്നുവിൽ നിന്ന് MA സൈക്കോളജിയിൽ ഒരു PG എങ്ങനെ നേടാമെന്നും, അതിന്റെ അഡ്മിഷൻ എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എക്സാംസ് എങ്ങനെയാണ്, ഇന്റേൺഷിപ്പ് എങ്ങനെ ചെയ്യാം, അതിലെ പ്രൊജക്ട്സ് എങ്ങനെയാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ നമ്മുടെ മാം ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും, എല്ലാ പാർട്ടിസിപ്പൻസിനെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് അർച്ചന മാം ആണ്. മാം ഒരു ലോയർ ആണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. നമ്മുടെ ഈ ഒരു സെഷൻ മാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി മാമിനെ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahmat, for the warm welcome. Hi, good evening all. ഞാൻ ഓഡിബിൾ അല്ലേ? ഗുഡ് ഈവനിങ് മാഡം. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അതായത് നമ്മൾ ഈ വിഷയം കണ്ടപ്പോൾ തന്നെ ഈ സാധാരണ നമ്മൾ ഓരോ വിഷയങ്ങളിൽ വെബിനാറൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത്, ക്ലാസ് എന്നുള്ള ഒരു ഇതിലാണ് വരാറ്. നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഒരു കോഴ്സിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വർഷവും ഈ സൈക്കോളജിയിൽ PG എടുക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുകയാണ്. വന്ന് ചേരുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടുകയാണ്. അതിന് പല റീസൺസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം സൈക്കോളജിക്ക് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു സ്കൂൾ എടുത്താലും ശരി, ഒരു ഫാമിലിയിലെ ഇഷ്യൂസ് എടുത്താലും ശരി, എല്ലാത്തിനും നമുക്ക് വേണ്ടത് എന്താണ്? ഒരു കൗൺസിലറിന്റെ അല്ലെങ്കിൽ കൗൺസിലിംഗ് അറിയുന്ന ഒരാളുടെ ബാക്കപ്പ് വേണം അല്ലെ. അപ്പൊ ഒരുപാട് പേര് ജോലി സാധ്യതകൾക്ക് വേണ്ടിയും, അതുപോലെ തന്നെ അവരുടെ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ തന്നെ കുട്ടികളെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇനി അതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ വർക്കിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടൊക്കെ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാറുണ്ട്. ഇഗ്നോയിൽ തന്നെ ഓരോ വർഷം നമ്മുടെ RC കൊച്ചിനിൽ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ, റീജിയണൽ സെന്റർ കൊച്ചിന്റെ കീഴിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 500-ൽ പരം ആളുകളാണ് വന്ന് ചേരുന്നത്. പക്ഷെ ചേർന്ന് കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ കോഴ്സിനെ കുറിച്ച് പല കാര്യങ്ങളും അവർ അറിയുന്നത്.
സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെയും അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടും ആളുകളെല്ലാം ഡ്രോപ്പ് ചെയ്തു പോവുകയാണ്. ഒരുപാട് ആളുകൾ റിട്ടയർ ഹാൻഡ്സ് പോലും ഉണ്ട്. അതായത് അവർക്ക് നല്ല പ്രായത്തിൽ ഈ സൈക്കോളജിയെ കുറിച്ച് താല്പര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ, പക്ഷെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് റിട്ടയർമെന്റ് ലൈഫിൽ പോലും പഠനത്തിന് വേണ്ടി വരുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും ജോയിൻ ചെയ്യുമ്പോൾ ഒരു 10-600 പേര് ജോയിൻ ചെയ്താലും കോഴ്സ് കഴിഞ്ഞ് പോകുന്നത് വിരലിൽ എണ്ണാവുന്ന ഒരു 100-150 ആൾക്കാരൊക്കെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ഈ കോഴ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും ഈ ഓൾറെഡി കോഴ്സ് ജോയിൻ ചെയ്ത് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിയിൽ ഒരു PG എടുക്കണം പക്ഷെ റെഗുലർ PG എടുക്കാൻ പോവാൻ നിവൃത്തിയില്ല, ഐദർ ജോലി അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പോവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഇഗ്നോയിലെ MA സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ്. ഈ MA സൈക്കോളജിയിലെ ഇഗ്നോയില് നമ്മൾ അറിയാം MAPC എന്നുള്ള പേരിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇടയിൽ MAPC എന്ന് പറയുമ്പം എന്താണെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ പോകണ്ട. MAPC എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ MA ഇൻ സൈക്കോളജി ഇഗ്നോയിൽ അറിയപ്പെടുന്നത്. ഈ MA ഇൻ സൈക്കോളജി ഓർ MAPC എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സാണ്. 2 ഇയറിന്റെ കോഴ്സാണ് ഈ MA സൈക്കോളജി. അതില് ജാനുവരിയിലും ജൂലൈയിലുമാണ് ഇൻടേക്ക് വരുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇൻടേക്ക് നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. അത് ജാനുവരിയിലും അതേപോലെ ജൂലൈയിലുമാണ്. അപ്പൊ ജാൻ സെഷൻ അല്ലെങ്കിൽ ജൂലൈ സെഷൻ എന്നാണ് നമ്മൾ പറയാം. ഈ ഇഗ്നോയിലെ കോഴ്സുകളെല്ലാം കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ MA സൈക്കോളജിക്കും ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ജാനുവരിയിലാണെന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഒരു 2-3 months വരെയൊക്കെ അഡ്മിഷൻ നീളാറുണ്ട്. അതുപോലെ തന്നെ ജൂലൈ സെഷനിൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ ജൂലൈ 31st ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, അത് August 15th, August 30th അങ്ങനെ കുറച്ചും കൂടി നീട്ടി സെപ്റ്റംബർ വരെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇനി അഡ്മിഷന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടതെന്നുള്ളത്, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MA സൈക്കോളജിക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ വരുന്നത് 21,000 ആണ്. 21,000 രൂപയാണ് കോഴ്സിന്റെ മുഴുവൻ ചെലവ്, കോഴ്സ് ചെലവ് നിങ്ങൾക്ക് വരുന്നത്. അത് 2 തവണയായിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. ഫസ്റ്റ് ഇയർ 10,500, അതുപോലെ സെക്കൻഡ് ഇയറിൽ 10,500. അങ്ങനെ 2 ഇയറിലായിട്ടാണ് നമ്മൾ ഈ ഫീസ് അടയ്ക്കുന്നത്. ഇനി ഫീസ് മൊത്തമായി അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പൊ ഫീസിബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഫീ വാങ്ങുന്ന എവിടെയെങ്കിലും ത്രൂ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ മുടക്കി ചെയ്യുകയും അവർക്ക് ഈ മെയിൽ IDs ഒന്നും കിട്ടാതെ പോകുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് കംപ്ലയിൻസ് നമുക്ക് പൊതുവെ വരാറുണ്ട്. അപ്പൊ ഫീസിബിൾ ആയി കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് കൊടുത്ത് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും ബുക്സ് വേണോ വേണ്ടേ എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇഗ്നോന്റെ ബുക്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫുൾ എമൗണ്ട് ആയ 10,500 അടയ്ക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് ബുക്സ് വേണ്ട, നിങ്ങൾ ഓൺലൈനിൽ കിട്ടുന്ന ബുക്സ് വെച്ച് പഠിച്ചോളാം എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 10,500 നിങ്ങൾക്ക് ഒരു 15% കുറവ് വരും. ആ ബാക്കി എമൗണ്ട് നിങ്ങൾ അടച്ചാൽ മതി. നൗ നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇനിയൊരു കാര്യം കൂടി ഉണ്ട്, ഏജ് ലിമിറ്റ് ഇല്ല. അപ്പൊ ഏത് പ്രായക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഇഗ്നോയില് ഈ MA സൈക്കോളജി ചെയ്യാം. ഒരു പ്രായത്തിന്റെയും ലിമിറ്റേഷൻസ് വരുന്നില്ല. പിന്നെ നമ്മൾ കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് 3 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ട്രിവാൻഡ്രം, രണ്ടാമത്തത് എറണാകുളം, ദാറ്റ് ഇസ് കൊച്ചി, ആൻഡ് മൂന്നാമത്തത് വടകര. അങ്ങനെ 3 റീജിയണൽ സെന്റേഴ്സ്, 3 RCs ആണ് ഉള്ളത്. ട്രിവാൻഡ്രത്തിന്റെ കീഴിലാണെങ്കിൽ ഒരു 3-4 സെന്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് വടകരയുടെ കീഴിലാണെങ്കിൽ എൻ്റെ അറിവിൽ 2 സെന്റേഴ്സേ ഉള്ളൂ. ഒന്ന് JDT ആണ്, കോഴിക്കോട് JDTയും പിന്നെ കാസർഗോഡ് ഒരു സെന്ററുമാണ് ഉള്ളത്. അങ്ങനെ 2 സെന്ററാണ് വടകരയ്ക്കുള്ളത്. ഇനി കൊച്ചിന്റെ കാര്യം, RC കൊച്ചിന്റെ കീഴിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിന് ഒറ്റ സെന്ററേ നിലവിലുള്ളൂ. അത് നമ്മുടെ RC കൊച്ചിയിൽ തന്നെയുള്ള സ്റ്റഡി സെന്റർ ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് അടയ്ക്കുന്നു. ദാറ്റ് ഇസ് 10,500 നമ്മൾ അടയ്ക്കുന്നു ബുക്സ് വേണം എന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ നമ്പർ മാത്രമാണ് നമ്മുടെ മെയിലിലേക്ക് വരിക. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമുക്ക് നമ്മുടെ അഡ്മിഷൻ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്നത് 6 സബ്ജക്ട്സ് ആണ്. 6 സബ്ജക്ട്സ് പ്ലസ് 1 പ്രാക്ടിക്കൽ. അപ്പൊ മൊത്തം 7 പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. 6 തിയറി പേപ്പേഴ്സ് ആണ്. ലാസ്റ്റ് ഒരെണ്ണം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പേപ്പർ ആണ്. തിയറി പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറി പേപ്പേഴ്സ് നമ്മൾ എഴുതേണ്ടത്, പരീക്ഷ എഴുതേണ്ടത്
50 മാർക്കിലാണ്, 50 മാർക്സിലാണ് നമ്മൾ ഇനീഷ്യലി എഴുതേണ്ടത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 തിയറി പേപ്പറിനും ഓരോ പേപ്പറിനും അസൈൻമെന്റ്സ് വരും. അസൈൻമെന്റ്സ് എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ജാൻ സെഷനിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അസൈൻമെന്റ്സ് എഴുതി വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30th ആയിരിക്കും. സെപ്റ്റംബർ 30th നിങ്ങൾ ഈ അസൈൻമെന്റ്സ് വെക്കണം. ആ കുട്ടിക്ക് എക്സാം വരുന്നത് ഡിസംബറിലാണ്. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഡിസംബറിലാണ് അതിന്റെ എക്സാം വരുന്നത്. അപ്പൊ ഡിസംബറിലെ എക്സാം വരുന്നതിന് മുമ്പായിട്ട് എക്സാമിന് കോൾ ഫോർ ചെയ്യുമ്പോൾ ഒരു പേപ്പറിന് 200 വെച്ച് ഓൺലൈനിൽ അടച്ച് നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. ഡിസംബറിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനി എക്സാം നിങ്ങൾക്ക് 6 പേപ്പർ ഒന്നിച്ച് എഴുതാൻ പറ്റില്ലെങ്കിൽ 3 2 ഡേറ്റ്സ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും 6 പരീക്ഷ എഴുതണ്ടേന്ന് വിചാരിച്ചത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങൾ 3 പേപ്പറോ 4 പേപ്പറോ 2 പേപ്പറോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം വെച്ചാൽ ആ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഡിസംബർ സെഷനിൽ പരീക്ഷ എഴുതാം. പരീക്ഷ എപ്പോഴും വരുന്നത് ഉച്ച സമയങ്ങളിലാണ്. 2 to 4 ആണ്. 50 മാർക്സിലാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ അടുപ്പിച്ചായിരിക്കും വരുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് പിന്നെയും കുറച്ച് ഗ്യാപ്പ് കിട്ടും കേട്ടോ. ഫസ്റ്റ് ഇയറിലെ എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പിച്ചായിരിക്കും പരീക്ഷ എഴുതേണ്ടി വരിക. ഈ 6 പേപ്പറിൽ 4 പേപ്പർ കംപ്ലീറ്റ്ലി സൈക്കോളജി ബേസ്ഡ് ആയിട്ട് തന്നെ ഉള്ള പേപ്പറാണ്. പിന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് തന്നെ റിസർച്ച് മെത്തഡോളജിയാണ് 5th പേപ്പർ വരുന്നത്. ആൻഡ് 6th പേപ്പർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ ഈ മാത്സിനോട് ഇഷ്ടമില്ല, സ്റ്റാറ്റിസ്റ്റിക്സിനോട് ഇഷ്ടമില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ആ പേപ്പർ എപ്പോഴും എഴുതാണ്ട് മാറ്റി വെക്കും. അത്ര ടഫ് ഒന്നുമല്ല, നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുള്ള ചെറിയ സപ്പോർട്ട്സോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ സ്റ്റാറ്റിസ്റ്റിക്സ്. 6 പേപ്പർ അങ്ങനെ കഴിഞ്ഞു. ഇനി 7ാമത്തെ ഒരു പേപ്പർ ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടിക്കൽ പേപ്പർ. പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറയുമ്പോൾ അത് 4 ഡേയ്സിന്റെ ഒരു പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് വരുന്നത്. അതായത് സെന്ററിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു പറയുമ്പോൾ ഞാൻ RC കൊച്ചിന്റെ ഒരു രീതിയാണ് പറയുന്നത്. ബിക്കോസ് RC കൊച്ചിയിലാണ് ഞാൻ എൻ്റെ PG കഴിഞ്ഞത്. സോ ചെറിയ വ്യത്യാസങ്ങൾ RC വടകരയ്ക്കും അതുപോലെ RC ട്രിവാൻഡ്രത്തിനും ഉണ്ടാവും അവരുടെ രീതികളിൽ കേട്ടോ. പക്ഷെ എന്നാലും മോർ ഓർ ലെസ് ഇറ്റ് ഇസ് ദ സെയിം. 4 ഡേയ്സിന്റെ പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ ഉണ്ടാവുക. അത് നിങ്ങൾ ഇൻ പേഴ്സൺ പോകണം. നിങ്ങൾ പോയി തന്നെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പോവാൻ പറ്റാത്ത ആളുകൾ RC കൊച്ചിന്റെ കീഴിൽ ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ട് പറയും അവരൊന്നല്ലെങ്കിൽ ഗൾഫിലാണ് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലാണ്, ജോലി സ്ഥലം വേറെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മുംബൈ അല്ലെങ്കിൽ ഡൽഹി അങ്ങനെയുള്ള ജോലി സ്ഥലങ്ങളിലുള്ളവർക്ക് അവിടുത്തെ RCയുടെ കീഴിൽ ചെയ്യാവുന്നതാണ്. ഇഫ് യു കാൺ ട്രാവൽ ഫോർ ദ പ്രാക്ടിക്കൽസ്. ബിക്കോസ് പ്രാക്ടിക്കൽസിന് ഇൻ പേഴ്സൺ വന്നേ പറ്റൂ. തിയറി പേപ്പേഴ്സ് എല്ലാം എഴുതിയിട്ട് പ്രാക്ടിക്കൽസ് മാത്രം പെൻഡിങ് വെച്ച് പോണ്ടി വരാറുണ്ട് ആളുകൾക്ക്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഡിസ്റ്റൻസ് സ്റ്റഡി ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ പ്രാക്ടിക്കൽസിനും അതുപോലെ സെക്കൻഡ് ഇയറിന്റെ പ്രാക്ടിക്കൽസിനും വി ആർ സപ്പോസ് ടു വിസിറ്റ് ആർ സെന്റർ എന്നുള്ളതാണ്. അപ്പൊ 4 ദിവസത്തെ പ്രാക്ടിക്കൽസ് ഉണ്ട്. ആ പ്രാക്ടിക്കൽസിൽ ഒരു 7 ടെസ്റ്റ് ആണ് വരിക. ആ 7 ടെസ്റ്റ് ചെയ്തു നമ്മൾ എല്ലാം അവിടെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മൾ എഴുതുന്നു, വെക്കുന്നു, ആ റിപ്പോർട്ട് സൈൻ ചെയ്ത് മേടിക്കുന്നു. ലേറ്റർ നമ്മളെ അറിയിക്കുന്ന ഒരു ഡേയിൽ നമ്മൾ അതിന്റെ ഒരു എക്സാമും എഴുതുന്നു, അതിന്റെ വൈവിയും അറ്റൻഡ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവും. ഇനി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസൈൻമെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. 6 തിയറി പേപ്പറിനും നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്. അസൈൻമെന്റ്സ് വരുന്നത് 100 മാർക്സിലാണ്. ഈ അഡ്മിഷൻ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇഗ്നോ സൈറ്റിൽ നിന്ന് നമുക്ക് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ഫോൾഡർ നോക്കി നമ്മുടെ പേപ്പേഴ്സ് എഴുതി നമുക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യും. 100 മാർക്സിലാണ് നമ്മുടെ അസൈൻമെന്റ്സ് ഓരോന്നും വരുന്നത്. അത് ഓരോ ഇപ്പൊ ഫസ്റ്റ് പാർട്ടാണെങ്കിൽ അത് ലോങ് എസ്സേ ആയിരിക്കും. അപ്പൊ ലോങ് എസ്സേ എത്ര വേർഡ്സ് എഴുതണം എന്നുള്ളതും സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് തേർഡ് പാർട്ട് എങ്ങനെയാണെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം നമ്മൾ അസൈൻമെന്റ്സ് എഴുതി റെഡിയാക്കി നമ്മൾ നമ്മുടെ സെന്ററിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ അസൈൻമെന്റ്സ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നു. ജാനുവരി സെഷനിൽ കയറുന്ന ഒരാൾ സെപ്റ്റംബറിൽ നമ്മൾ അസൈൻമെന്റ്സ് വെക്കുന്നു. ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നമ്മൾ പരീക്ഷയ്ക്ക് 200 രൂപ കൊടുത്ത് ഓരോ പേപ്പറിന്, അപ്പൊ 7 പേപ്പറാണ്, 200 രൂപ കൊടുത്ത് നമ്മൾ സെന്റർ തിരഞ്ഞെടുത്ത് എഴുതുന്നു. ഇപ്പൊ സെന്റർ നമുക്ക് എവിടെയും തിരഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ RC കൊച്ചിന്റെ കീഴിലാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിലും ഇപ്പൊ നമ്മളൊരു കോഴിക്കോടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് സ്ഥലത്ത് സെന്റേഴ്സ് ഉണ്ട്. ആ സെന്റേഴ്സിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം എന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് ഇയർ ജാനിന് ജോയിൻ ചെയ്യുന്ന ഒരാൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ജാൻ ആവുമ്പോൾ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം.
അത് നിർബന്ധമാണ്. റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ സെക്കൻഡ് ഇയറിലോട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആസ് ഐ സെഡ് 2 ഇയേഴ്സിന്റെ കോഴ്സാണ്. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഫീസ് വീണ്ടും അടയ്ക്കണം. 10,500 നമ്മൾ വീണ്ടും അടച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് രജിസ്റ്റർ ചെയ്യാണ്. ഇനി മീൻ വൈൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തു, നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, നമ്മൾ എന്ത് ചെയ്യും? ഡിസംബർ സെഷനിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ജൂൺ സെഷനിൽ എഴുതാം. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഡിസംബർ സെഷനിൽ 3 പേപ്പർ എഴുതി അല്ലെങ്കിൽ 4 പേപ്പർ എഴുതി ബാക്കിയുള്ള പേപ്പർ നമുക്ക് എപ്പോൾ എഴുതാം? അടുത്ത ജൂൺ സെഷനിലേക്ക് നമുക്ക് എഴുതാമെന്നുള്ളതാണ്. ഈ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഓൺലൈൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ 50 മാർക്സിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ എഴുതുമ്പോൾ 20 മാർക്സ് ആണ് നമുക്ക് പാസ് മാർക്ക് ആയിട്ട് വരുന്നത്. അത് നമ്മുടെ ഗ്രേഡ് കാർഡ് എന്ന് പറയും. അതായത് ഇഗ്നോയിൽ ഓൾറെഡി കോഴ്സ് ചെയ്തവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മുടെ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ എൻറോൾമെന്റ് നമ്പർ യൂസ് ചെയ്ത് നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റുന്ന ഒരു പ്രൊവിഷനാണ് ഈ ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഗ്രേഡ് കാർഡിൽ നമ്മൾ 50യിൽ നമുക്ക് 20 മാർക്സ് ആണ് കിട്ടുന്നതെങ്കിൽ 100ലേക്ക് കൺവേർട്ട് ചെയ്ത് 40 മാർക്സ് ആണ് അവിടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് അസൈൻമെന്റ്സിന്റെ മാർക്സും കൊടുത്തിട്ടുണ്ടാവും. കുറച്ചും കൂടി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മുടെ തിയറി പേപ്പേഴ്സിന്റെ മാർക്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇൻഡിവിജ്വലി നമ്മൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ അസൈൻമെന്റ്സിൽ 100ൽ 40 എങ്കിലും മിനിമം ഉണ്ടാവണം. അതുപോലെ തിയറി പേപ്പറിൽ 100ൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 40. പരീക്ഷ എഴുതുന്നത് നമ്മൾ 50യിലാണ്, 20 മാർക്സ് നമുക്ക് കിട്ടി, കൺവേർട്ട് ചെയ്ത് 40 ആയി. അപ്പൊ 40 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തിയറിയും പാസ്സായി. അപ്പൊ അസൈൻമെന്റും അതുപോലെ തിയറിയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഈ മാർക്ക് സ്കോർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇയർ പാസ്സാവുന്നത്. ഓക്കെ, ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? നമുക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി റീവാലുവേഷന് കൊടുത്തു, പാസ്സായില്ല, നമ്മൾ വീണ്ടും പരീക്ഷ എഴുതുന്നത് വെച്ചാൽ എഴുതാം. നമുക്ക് വീണ്ടും പരീക്ഷകൾ സപ്ലി എഴുതാൻ ഉള്ള പ്രൊവിഷൻ ഉണ്ട്. ഒരു പ്രത്യേക ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇഗ്നോയിൽ ഇല്ല. നമുക്കിപ്പം 50ൽ പരീക്ഷ എഴുതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് 40 പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് 24 വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. തോറ്റാൽ വീണ്ടും എഴുതാം എന്നല്ലാതെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റും, നമുക്ക് റീവാലുവേഷൻ കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് ഇഗ്നോനെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ സെക്കൻഡ് ഇയറിനെ കുറിച്ച് നമുക്ക് പറയാം. സെക്കൻഡ് ഇയറിൽ നമ്മളെ തന്നെ റീ രജിസ്റ്റർ ആണ് ചെയ്യുന്നത്. റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ വീണ്ടും ഫസ്റ്റ് ഇയറിന്റെ പോലെ തന്നെ നമ്മൾ 10,500 അടയ്ക്കുന്നു. ബുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% കുറവ് പൈസ അടച്ചാൽ മതിയാവും സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് കോമൺ ആണ്. നമുക്ക് 6 പേപ്പർ എല്ലാവരും ചേരുന്ന 500 പേരാണെങ്കിൽ 500 പേരും ഈ 6 പേപ്പറും ഒരു പ്രാക്ടിക്കൽസും കോമൺ ആണ്, അത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വേറെ നമ്മൾ സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് സ്ട്രീം ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ 3 സ്ട്രീമാണ് MA സൈക്കോളജി MAPCക്ക് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ക്ലിനിക്കൽ, രണ്ടാമത്തെ എന്ന് പറയുന്നത് കൗൺസിലിംഗ് മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രീം ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ക്ലിനിക്കൽ ആണോ, മറ്റേ കൗൺസിലിംഗ് ആണോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആണോ വേണ്ടതെന്ന് നമ്മൾ ആ സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്ജക്ട്സ് അവിടെ കൊടുത്തിരിക്കും. നമ്മൾ സബ്ജക്ട്സ് അപ്പൊ ചൂസ് ചെയ്യാം, ഏതാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏത് സ്ട്രീം എടുത്താലും വിച്ച് എവർ സ്ട്രീം യു ടേക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ദ കൗൺസിലിംഗ് സ്ട്രീം എന്ന് വിചാരിക്കാം. കൗൺസിലിംഗ് സ്ട്രീമിൽ നിങ്ങൾക്ക് 3 പേപ്പർ അത് നിർബന്ധമായിട്ടും ഉള്ളതാണ്. ഇപ്പൊ കൗൺസിലിംഗ് എടുക്കുന്നവർക്ക് 3 പേപ്പർ, ക്ലിനിക്കൽ എടുക്കുന്നവർക്ക് 3 പേപ്പർ, നമ്മുടെ ഇൻഡസ്ട്രിയൽ എടുക്കുന്നവർക്ക് 3 പേപ്പർ, അത് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഈ 3 പേപ്പർ. ഇനി 3 പേപ്പർ കഴിഞ്ഞിട്ട് 4മത്തത് ഒരു ഓപ്ഷണൽ പേപ്പറാണ്. ഓപ്ഷണൽ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ നിങ്ങൾക്ക് പ്രൊജക്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു തിയറി പേപ്പർ തന്നെ എടുക്കാം. അപ്പൊ നിങ്ങൾ തിയറി പേപ്പർ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ 4 തിയറി പേപ്പർ ഉണ്ടാവും ഏത് സ്ട്രീമിലുള്ള ആൾക്കും. ഇനി അതല്ല നിങ്ങൾ പ്രൊജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 തിയറി പേപ്പറും ഒരു പ്രൊജക്റ്റുമാണ് വരുന്നത് കേട്ടോ. ഇനി ഈ 4 പേപ്പറുകൾ ഇപ്പൊ തിയറി പേപ്പറാണ് എടുക്കണമെങ്കിൽ അതിൽ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ വീണ്ടും 3 നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, ബേസിക് പേപ്പേഴ്സ് 50ൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ ഓപ്ഷണൽ പേപ്പർ എടുക്കുന്നത് 100 മാർക്കിലായിരിക്കും നമ്മൾ ഡയറക്റ്റ്ലി പരീക്ഷ എഴുതുന്നത്. അത് 3 മണിക്കൂറായിരിക്കും. വേറെ 50 മാർക്കിന് എഴുതുന്ന പരീക്ഷയ്ക്ക് 2 മണിക്കൂറും 100 മാർക്കിന് എഴുതുന്ന ഈ ഒരു പരീക്ഷ 3 മണിക്കൂറായിരിക്കും.
അപ്പൊ സെക്കൻഡ് ഇയറിൽ നമ്മൾ അങ്ങനെ 4 പേപ്പർ, അത് കൂടാതെ നമുക്ക് വരുന്നത് ഒരു പ്രാക്ടിക്കൽസ് ആണ്. ക്ലിനിക്കൽ എടുക്കുന്നവർക്ക് ക്ലിനിക്കലിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽസും, കൗൺസിലിംഗ് എടുക്കുന്നവർക്ക് കൗൺസിലിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽസും, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഓർഗനൈസേഷൻ സൈക്കോളജി എടുക്കുന്നവർക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽസും ആണ് വരുന്നത് 5. ഇനി ആറാമത്തത് എന്ന് പറയുമ്പോൾ ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്തിരിക്കണം. സെക്കൻഡ് ഇയർ നമ്മളൊരു ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് 240 hours ഓഫ് ഇന്റേൺഷിപ്പ് ആണ് ഇഗ്നോ പറയുന്നത്. ഈ ഇഗ്നോ ഇഗ്നോന്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാവും. നമ്മൾ ബുക്സ് മേടിക്കുമ്പോൾ നമുക്ക് ഹാൻഡ് ബുക്ക് ഉണ്ടാവും. ആ ഹാൻഡ് ബുക്കിൽ വ്യക്തമായി നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുക. 240 hours ഇന്റേൺഷിപ്പ് ചെയ്ത് കേസസ് ഹാൻഡിൽ ചെയ്ത് നമ്മൾ കേസ് റിപ്പോർട്ട്സ് എഴുതും. ഈ കേസ് റിപ്പോർട്ട്സ് എഴുതുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു അക്കാഡമിക് കൗൺസിലറിനെ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കും. അവർ നമുക്ക് ഗൈഡ് ലൈൻസ് തരും എങ്ങനെയാണ് ഇത് എഴുതേണ്ട റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളത്. ആ റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്ത് ഒരു 10 കേസ് നമ്മൾ ഫെയർ എഴുതി സബ്മിറ്റ് ചെയ്യുന്നതാണ് ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഇന്റേൺഷിപ്പും 100 മാർക്കിനാണ് വരുന്നത്. സോ ഈ ആറാമത്തത് ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ 3 മെയിൻ പേപ്പർ അല്ലെങ്കിൽ പ്രൊജക്ട് ഓർ തിയറി പേപ്പർ ഒരെണ്ണം എഡീഷണൽ, ഒരു പ്രാക്ടിക്കൽസ്, ഒരു ഇന്റേൺഷിപ്പ്. സെക്കൻഡ് ഇയറിന്റെ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നതും നമ്മൾ ഇതേപോലെ നമ്മൾ ഏത് സെന്ററിന് കീഴിലാണ്, നമ്മൾ ഏത് ആർസിയുടെ കീഴിലാണോ ചെയ്യുന്നത് ആ സെന്ററിൽ നമ്മൾ നേരിട്ട് പോയി തന്നെ പ്രാക്ടിക്കൽസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉള്ള പ്രാക്ടിക്കൽസ് നിർബന്ധമായും നേരിട്ട് പോയി ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ആളാണ്, ഇങ്ങനെ പ്രാക്ടിക്കൽസിന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ സെന്റർ കണ്ടെത്തുക. അതല്ല നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെന്റർ. ഇനി പുറത്തുള്ള ആളുകൾ അവർക്ക് പരീക്ഷ എഴുതാൻ ഇവിടെ വരണം എന്ന് നിർബന്ധമില്ല. ദുബായില് ഐ തിങ്ക് ഷാർജയിലാണെന്ന് തോന്നുന്നു ഇപ്പൊ സെന്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പരീക്ഷ അപ്ലൈ ചെയ്താൽ അവിടെ പരീക്ഷ എഴുതാവുന്നതാണ്. പക്ഷെ ബട്ട് സ്റ്റിൽ നിങ്ങൾ പ്രാക്ടിക്കൽസിന് നാട്ടിൽ വന്നേ പറ്റുള്ളൂ. നൗ ദിസ് MA സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് 2 ഇയേഴ്സിന്റെ കോഴ്സാണ്. നിങ്ങൾക്ക് 4 വർഷം സമയമാണ് ഉള്ളത്. 2 വർഷത്തിന്റെ കോഴ്സ് 4 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. നിലവിൽ അത് 4 വർഷമാണ്. ഭാവിയിൽ അത് കുറയ്ക്കുമെന്ന് കേട്ടു, പക്ഷെ അതിന്റെ കാര്യങ്ങൾ ഉറപ്പായിട്ടില്ല. നിലവിൽ ഇപ്പൊ 4 ഇയേഴ്സ് ആണ്. നിങ്ങൾ 2 ഇയേഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ടൈമും ഇതും അനുസരിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ 4 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ സെക്കൻഡ് ഇയറിലും നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രേഡ് കാർഡിലെ 6 സബ്ജക്റ്റിന്റെ മാർക്ക് തന്നെ വീണ്ടും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ആദ്യത്തെ വർഷത്തെ 7 സബ്ജക്റ്റിന്റെ മാർക്കും രണ്ടാമത്തെ വർഷം 6 സബ്ജക്റ്റിന്റെ മാർക്കും, മൊത്തം 13 സബ്ജക്റ്റുകളാണ് നമുക്ക് MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. നൗ ഈ ജാൻ സെഷനിലെ അഡ്മിഷൻ എടുക്കുന്ന ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞത് സെപ്റ്റംബർ 30 നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻമെന്റ്സ് വെക്കുന്നത്. അതേപോലെ ജൂലൈ സെഷനിൽ കയറുന്ന ഫസ്റ്റ് ഇയറിന്റെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അവര് മാർച്ച് 31 അസൈൻമെന്റ്സ് വെക്കുക. അതേസമയം സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ അസൈൻമെന്റ്സിന്റെ കാര്യത്തിന് മാറ്റമില്ല. അത് ജാൻ സെഷനിൽ കയറുന്നവര് ഈ പറയുന്ന പോലെ സെപ്റ്റംബർ 30 അതുപോലെ ജൂലൈ സെഷനിൽ കയറുന്നവര് ഈ മാർച്ച് 31 വെച്ചാൽ മതി. പക്ഷെ സെക്കൻഡ് ഇയറിൽ നമുക്ക് ഒരു ഇന്റേൺഷിപ്പും ഉണ്ട്, ഒരു പ്രൊജക്റ്റും വരും. പ്രൊജക്റ്റ് എടുക്കുന്നവർക്ക് ഇന്റേൺഷിപ്പ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവര് ജാൻ സെഷനിൽ കയറുന്നവർ നവംബർ 30 അതുപോലെ ജൂലൈ സെഷനിൽ കയറുന്നവർ മെയ് 31 ഇത് വെക്കേണ്ടത്. ഇതാണ് നമ്മൾ ബേസിക് ഈ കോഴ്സിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ 13 പേപ്പേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കുന്നവർ അവരുടെ വിഷയം, ഏത് വിഷയത്തിലാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയം ആദ്യം ഒരു സിനോപ്സിസ് ആയി ഉണ്ടാക്കി അത് നിങ്ങൾ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ സെന്ററിലേക്ക് അയക്കണം. അത് 1-2 മാസമൊക്കെ ഡിലേ വരും. അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ അപ്രൂവൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഇനി അതല്ല, അപ്രൂവൽ വിത്ത് മോഡിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്രൊജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു ഗൈഡിനെ തിരഞ്ഞെടുക്കണം. ഗൈഡിന്റെ സപ്പോർട്ടോട് കൂടി വേണം നമ്മൾ ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മൊത്തം 13 പേപ്പറും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പറയാം. അതായത് അസൈൻമെന്റ് നമ്മൾ 100 മാർക്കിന് എഴുതിയാലും ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ അസൈൻമെന്റിന്റെ 30% മാർക്ക് മാത്രമാണ്
എടുക്കുന്നത്. അതുപോലെ തിയറി പേപ്പർ നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ 70% മാർക്ക് മാത്രമാണ് എടുക്കുന്നത്. സോ ഫൈനൽ മാർക്ക് എന്ന് പറയുമ്പോൾ 30% ഓഫ് ദ അസൈൻമെന്റ് ആൻഡ് 70% ഓഫ് ദ തിയറി പേപ്പർ, അങ്ങനെയാണ് 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ എല്ലാ പരീക്ഷകളും എഴുതി കഴിഞ്ഞ് നമ്മുടെ ഈ സോ കോൾഡ് ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം 2 മാസം വെയിറ്റ് ചെയ്യണം നമ്മൾ ഇതിന്റെ പ്രൊവിഷണൽ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രൊവിഷനും മാർക്ക് ലിസ്റ്റും നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഏത് അഡ്രസ്സാണോ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് കൊടുത്ത ആ അഡ്രസ്സിലേക്ക് നമുക്കിത് രണ്ടും വരും. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഗ്നോന് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കോൺവൊക്കേഷൻ ഉള്ളത്. ഇറ്റ്സ് അറൌണ്ട് മാർച്ച് ഓഫ് എവറി ഇയർ. അപ്പൊ നമ്മുടെ ഗ്രേഡ് കാർഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന മാർച്ചിൽ നമ്മൾ കോൺവൊക്കേഷന് വേണ്ടി അതിന് വേറെ ഫീസ് അടച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒറിജിനൽസ് കിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ ഒരുപാട് കാലത്തിന് ശേഷം വാങ്ങുന്നവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി നേരിട്ട് വാങ്ങാറുണ്ട്. അതല്ലാതെ ഒരു കോഴ്സ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഈ ഒറിജിനൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൊവിഷണൽ കിട്ടിയതിന് ശേഷം വരുന്ന കോൺവൊക്കേഷൻ എപ്പോഴാണോ അപ്പൊ അപ്ലൈ ചെയ്താൽ മാത്രമേ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ ഈ ബേസിക് കാര്യങ്ങളാണ്, അതായത് ഒരു അഡ്മിഷൻ എടുക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അതായത് ഡയറക്റ്റ്ലി നിങ്ങൾ വരണം എന്നുള്ളതും ഈ പറയുന്ന പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും എല്ലാം നിർബന്ധമാണ് ഇഗ്നോനെ സംബന്ധിച്ച്. ഇഗ്നോയില് ഈ കോഴ്സിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഈ പ്രോജക്റ്റിന് നമ്മൾ ഗൈഡിനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് എവിടെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക? മീൻസ് സെൻട്രൽ, റീജിയൻ സെൻട്രൽ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? അല്ല, റീജിയണൽ സെന്ററിൽ തന്നെ ആവണമെന്നില്ല. പ്രൊജക്ടിന്റെ ഗൈഡ് നമുക്ക് പുറത്തുള്ള ആളെ ആണെങ്കിലും എടുക്കാം. അവർ കുറച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ആ പ്രൊജക്ടിന്റെ പേപ്പറിൽ, ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ഗൈഡ് പുറത്തുനിന്ന് എടുക്കാം. ഇന്റേൺഷിപ്പ് ചെയ്യുന്നിടത്ത് തന്നെ ഗൈഡിനെ ചൂസ് ചെയ്തൂടോ? അല്ല, രണ്ടും കൺഫ്യൂസ് ചെയ്യാണ് ബീന മാം. നമ്മൾ പ്രൊജക്റ്റും ഇന്റേൺഷിപ്പും രണ്ടും രണ്ടാണ്. ഓക്കെ. പ്രൊജക്റ്റിനുള്ള ഗൈഡ് നമുക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇന്റേൺഷിപ്പിന് അതേസമയം നമുക്ക് 2 ആൾക്കാരാണ് വേണ്ടത്. ഇന്റേൺഷിപ്പിന് നമുക്ക് വേണ്ടത് ഒന്ന്, നമുക്കൊരു അക്കാഡമിക് കൗൺസിലർ വേണം. അത് നമ്മുടെ RC-യിലെ തന്നെ, നമ്മൾ ഏത് RC ആണോ ആ RC-യിലെ തന്നെ ഏതെങ്കിലും ഒരു സാറോ മാമോ ആയിരിക്കും നമ്മുടെ അക്കാഡമിക് കൗൺസിലർ എന്ന് പറയുന്നത്. പിന്നെ ഒരാൾ നമുക്ക് വേണ്ടത് ഏജൻസി സൂപ്പർവൈസർ ആണ്. ഈ ഏജൻസി സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അവിടുത്തെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അവിടെ ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ വ്യക്തിയാണ് നമുക്ക് ഏജൻസി സൂപ്പർവൈസർ. അപ്പൊ ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ച് നമുക്ക് 2 ആളുകളും വേണം. അതെന്തുകൊണ്ടാണ് ഇന്റേൺഷിപ്പിന് 2 ആളുകൾ വേണം എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടോട്ടൽ മാർക്ക് വരുന്നത് 100ലാണല്ലോ ഇന്റേൺഷിപ്പ്. ആ 100 മാർക്കില് 30 മാർക്സ് നമുക്ക് തരേണ്ടത് നമ്മുടെ അക്കാഡമിക് കൗൺസിലർ ആണ്. നമ്മൾ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് കേസസ് റിപ്പോർട്ട് അയച്ചു കൊടുത്ത് അവരത് കറക്റ്റ് ചെയ്ത് വായിച്ചൊക്കെ നോക്കും നമ്മളെ പ്രൊസീജിയർ നമ്മൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ. എന്നിട്ട് ഫൈനലി അവരൊരു 30 മാർക്സില് മാർക്ക് ഇട്ട് തരും. അതൊന്ന്. രണ്ടാമത് നമ്മൾ ഏജൻസി സൂപ്പർവൈസർ. ജൂലൈയില് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ജൂണിലാണ് കേട്ടോ, നെക്സ്റ്റ് ജൂണില്. ബീന മാം, അപ്പൊ നമ്മൾ രണ്ടാമത് ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏജൻസി സൂപ്പർവൈസർ ആണ് തരേണ്ടത്. അങ്ങനെ നമ്മൾ 30 മാർക്കിൽ ഇവിടെ ഏജൻസി സൂപ്പർവൈസറിന്റെ കയ്യിൽ നിന്നും അതുപോലെ 30 മാർക്ക് നമ്മുടെ അക്കാഡമിക് കൗൺസിലറിന്റെ നിന്നും മേടിക്കുന്നുണ്ട്. 2 മാർക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ 2 മാർക്ക് ലിസ്റ്റും പിൻ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. ബാക്കി 40 മാർക്ക് നമുക്കിവിടെ വൈവയ്ക്കാണ് കിട്ടുന്നത്. ഇന്റേൺഷിപ്പ് റിപ്പോർട്ടിനും അതുപോലെ പ്രൊജക്റ്റിനും വൈവ ഉണ്ടാവും. ആ ഇന്റേൺഷിപ്പ് വൈവയിലാണ് ബാക്കി 40 മാർക്ക് വരുന്നത്. വൈവ എങ്ങനെയായിരിക്കും മാം? ഇഗ്നോയിൽ സെന്ററിൽ നിന്നാണോ അതോ റീജിയൻ സെന്ററിൽ നിന്നായിരിക്കോ? വൈവ നടക്കുന്നത് നമുക്ക് പ്രാക്ടിക്കൽസിന് വൈവ നമ്മൾ എക്സാം എഴുതുന്നതിന്റെ ഒപ്പം തന്നെയാണ് കേട്ടോ. എക്സാം എഴുതുന്നതിന്റെ ഒപ്പം തന്നെയാണ് അവിടെ വരുന്നത്. അതേസമയം നമ്മൾ ഇന്റേൺഷിപ്പിന്റെ വൈവ എന്ന് പറയുന്നത് നിലവിൽ RC കൊച്ചിയിൽ നടക്കുന്നത് ഓൺലൈനാണ്. ഓൺലൈൻ അത് വെച്ചാൽ കോവിഡ് സമയം വരെ അങ്ങനെ ആയിരുന്നില്ല. കോവിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഓൺലൈനിലേക്ക് മാറ്റി, ഇന്റേൺഷിപ്പ് വൈവ മാത്രം. അല്ലെങ്കിൽ നമ്മൾ RC-യിൽ പോയാൽ മതിയോ ഇന്റേൺഷിപ്പിന്റെ വൈവയ്ക്ക്? അല്ല, വൈവ ഇപ്പം ഓൺലൈനാണ് നടക്കുന്നത്. ഇനി ഓൺലൈൻ നടക്കുന്നത് അവർ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ സെന്ററിൽ പോയാൽ മതി
കേട്ടോ. ഓഫ്ലൈൻ ആണെങ്കിൽ RC പോയാൽ മതിയാവും അല്ലേ? അതെ, ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ RC പോകേണ്ടത്. നമ്മൾ ഏത് സെന്റർ ആണ് ചൂസ് ഇപ്പൊ വടകരയാണ് നമ്മൾ എടുത്തിരിക്കുന്ന RC. വടകരയുടെ കീഴിൽ നമ്മൾ JDT ചെയ്യണമെന്ന് വെച്ചാൽ JDT ആയിരിക്കും. ഇപ്പൊ നമ്മൾ കൊച്ചിൻ RC ആണ് എടുത്തിരിക്കണമെങ്കിൽ കൊച്ചിൻ RC നമ്മുടെ കലൂരാണ് സെന്റർ. അപ്പൊ അവിടെ പോയി ചെയ്യണം. കല്ലൂരാണ് മാം. ഞാൻ ആക്ച്വലി രജിസ്റ്റർ ചെയ്തപ്പോഴ് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര കോളേജാണ് RC വെച്ചത്. പക്ഷെ എനിക്ക് ആ റീജിയൻ സെന്റർ അവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോങ് ആണ്. അപ്പൊ അതിന് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമോ? പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. RC ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. അതെങ്ങനെയാ മാം RC ചേഞ്ച് ചെയ്യാൻ? ഒരു മിനിറ്റ് പിന്നെ മാം. RC എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇല്ല. RC 3 എണ്ണമാണ് ഉള്ളത് നമുക്ക് കേരളത്തില്. ഒന്ന് നമുക്ക് ട്രിവാൻഡ്രം ആണുള്ളത്, രണ്ടാമത്തെ നമുക്ക് കൊച്ചിൻ ആണുള്ളത്, മൂന്നാമത്തെ വടകരയാണുള്ളത്. ഇപ്പൊ RC ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ RCയിൽ പോയിട്ട് നിങ്ങൾക്ക് RC ചേഞ്ച് ചെയ്യണം എന്ന് അപേക്ഷ കൊടുത്താൽ മതി. അവരപ്പൊ തന്നെ ഓൺലൈൻ തന്നെ ചെയ്തു തരും കേട്ടോ വീണ മാം. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടോ? അതെ, ഓൺലൈനില് ചെയ്യാനുണ്ടെന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ലാഗ് ആണ് മാം. ടൈം കൺസ്യൂമിംഗ് ആണ്. ഇഗ്നുവിന്റെ എന്ന് വെച്ചാൽ കുറച്ച് സ്ലോ ആണ്. ബിക്കോസ് നാഷണൽ ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലേ. അപ്പൊ അത് ഭയങ്കര എന്താ പറയുന്നത്, എന്തെങ്കിലും നമ്മൾ അയച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ആ സെന്ററിൽ പോയി ഈ സെന്ററിൽ പോയിട്ടൊക്കെ വരുള്ളൂ. അതേസമയം നമ്മൾ പറ്റുമെങ്കിൽ RCയിൽ ഡയറക്റ്റ്ലി പോവുകയാണെങ്കിൽ അവർ അപ്പം തന്നെ നമ്മളൊരു അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ RC ചേഞ്ച് ചെയ്ത് തരും എന്നുള്ളതാണ്. RC ചേഞ്ച് ചെയ്യുമ്പോൾ അതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന മാർക്കും കാര്യങ്ങളെല്ലാം പുതിയ സെന്ററിലേക്ക് കണക്ട് ആവും കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ അവിടെ ചെയ്തു, പക്ഷെ ഫസ്റ്റ് ഇയറിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ വന്നത്. നിങ്ങൾ കൊച്ചിയിലോട്ട് വന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ട്രിവാൻഡ്രം പോകാൻ പറ്റില്ല. സോ യു ഹാവ് ടു ചേഞ്ച് യുവർ RC. യു ക്യാൻ ഡു ദാറ്റ്. എന്നിട്ട് ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും എന്നുള്ളതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ചൂസ് RC കൊച്ചിൻ. ബിക്കോസ് ഓർഗനൈസേഷൻ സൈക്കോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ RC കൊച്ചിന്റെ കീഴിലാണ് ഉള്ളത്. വടകരയിൽ അഡ്മിഷൻ എടുത്ത ആളുകൾ പിന്നീട് വടകരയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരിക ചെയ്തത്. സോ അതെന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആണ് നമുക്ക്. പിന്നെ അത് മാത്രമേ നമ്മുടെ മാർക്കുകളെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ സമയം എടുക്കും. അപ്പൊ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ഓപ്ഷൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ RC കൊച്ചിൻ ജോയിൻ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. പിന്നെ RCA രജിസ്ട്രേഷനെ കുറിച്ച് ആരോ ചോദിച്ചു. അത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഈ നമ്മൾ സൈക്കോളജി പഠിച്ച് നമ്മൾ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുമ്പോൾ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ച ഒരാൾക്ക്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പൊ നിലവിൽ നിയമത്തിൽ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു MA സൈക്കോളജി ഫ്രം ഇഗ്നു പഠിച്ചത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി തെറാപ്പി റിലേറ്റഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ വാട്ട് ദേ ക്യാൻ ഡു ഇസ് അവർക്ക് RC അംഗീകാരമുള്ള എന്തെങ്കിലും ഒരു കോഴ്സും കൂടി ചെയ്യണം, അല്ലെങ്കിൽ PhD ചെയ്യണം. PhD ചെയ്തിട്ട് RCA ലൈസൻസ് എടുക്കണം. ഓക്കെ, അങ്ങനെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തെറാപ്പീസും കാര്യങ്ങളും ഒക്കെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ക്ലിനിക്കലുകാർക്ക്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചാലും നിങ്ങൾക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിൽ ഹിൻഡ്രൻസ് ഒന്നുമില്ല. only thing is that നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ MPhil എടുക്കണം. അതിനുശേഷം RCAയുടെ ലൈസൻസ് എടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നിലവില് ഇതിന്റെ ഒപ്പം പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നുവിന് RCA ലൈസൻസ് കിട്ടുന്ന, RCA അംഗീകാരമുള്ള ഒരു കോഴ്സും കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് PGDRPC എന്ന് പറയുന്ന ഒരു കോഴ്സ്. അപ്പോൾ MA സൈക്കോളജി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ PGDRPC ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന RCA അംഗീകാരമാണ്. പിന്നെ ആസ് യു മൈറ്റ് നോ, ഈ നമ്മുടെ ഇഗ്നോയിൽ ചെയ്യുന്ന എല്ലാ കോഴ്സസ് എന്ന് പറയുന്നത് അത് UGC അംഗീകാരമുള്ളതാണ്. സോ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോബ്സ് ആയാലും ഗവൺമെന്റ് ജോബ്സ് ആയാലും അതിനെല്ലാം അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു PG മതി. പിന്നെ ഈ റീസെന്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഈ ഇഗ്നോയിലുള്ള കോഴ്സുകൾക്ക് വേണ്ട എന്നുള്ളത് ഉത്തരവ് വന്നിട്ടുണ്ട്. സോ കുറച്ച് പേരൊക്കെ ചെയ്യാറുണ്ട്, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എടുക്കാറാണ്. പക്ഷെ നിലവിൽ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് റീസെന്റ് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടുത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും അത് വേറെ ഏത് നമ്മുടെ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന കോഴ്സിന് തുല്യമാണ് എന്നുള്ളതാണ്. ഹലോ മാം, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തായിരുന്നു ഈ ജൂലൈ 15-ന്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് മെയിലൊന്നും വന്നിട്ടില്ല. ബൻവാരി പ്രത്യേകിച്ച് ഇപ്പം മെയില് കാര്യങ്ങളൊന്നും വരില്ല. ഒരു മെയിൽ കൺട്രോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ടാവണമല്ലോ.
അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു കൺട്രോൾ നമ്പർ കിട്ടിയില്ലേ? ഒന്നും കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല. എന്തായാലും ഇപ്പം രജിസ്ട്രേഷൻ ഓൺഗോയിങ് ആണല്ലോ, രജിസ്ട്രേഷൻ ആഹാ. ക്ലോസ് ആയിട്ടില്ല. അപ്പൊ ഒരു മേ ബി ഒരു 1 മന്ത് കൂടി രജിസ്ട്രേഷൻ ചിലപ്പോൾ പോകും, ചിലപ്പോൾ 1.5 മന്ത്സ് ഒക്കെ പോകും. ഇഗ്നോ അങ്ങനെയാണ്. കുറച്ച് 2-3 മാസം കൂടി ചിലപ്പോൾ അത് നീണ്ടുപോകും. എന്തായാലും വൺസ് ഇറ്റ് ഇസ് ക്ലോസ്ഡ് നിങ്ങൾക്ക് മെയിൽ വരും കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് മെയിൽ പിന്നെ വരും നിങ്ങളുടെ. നമുക്കിപ്പോ ഇത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തല്ലോ, അപ്പൊ നമുക്കിപ്പോ സാറിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട്, ഇപ്പൊ ഈ പ്രോജക്റ്റ് ചെയ്യാൻ, ക്ലാസ് ഒക്കെ അങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ? ഇപ്പൊ ആരുടെ സാർ അടുത്തുനിന്ന്? ഈ അക്കാഡമിന്ന് ഇപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും അക്കാഡമിയിലെ, അതായത് ഇപ്പൊ നിലവിൽ നമ്മൾ MAPCയുടെ കോഴ്സസോ അല്ലെങ്കിൽ ക്ലാസ്സസ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. വി ആർ പ്ലാനിങ് ഫോർ ഓൾ ദാറ്റ്. അത് ഓക്കെ. ഭാവിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ നിലവിൽ അങ്ങനെ നമ്മൾക്ക് ആഗ്രഹമുണ്ട്, കാരണം ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു, ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നമുക്ക് ക്വയറീസ് വന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം കുറെ പേരുണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർ, അവർക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ ഈ കോഴ്സിൽ എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് ഇവിടെ എന്തായാലും നമ്മുടെ സെന്റേഴ്സിന് നമുക്ക് ക്ലാസ്സസ് കിട്ടാറില്ല. ചില ഇൻടേക്ക്, അതായത് ചില ബാച്ചുകൾക്ക് ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് കിട്ടും, ചില ബാച്ചുകൾക്ക് കിട്ടില്ല. അപ്പൊ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഗ്നോയിലെ ഈ PG കോഴ്സ് MA സൈക്കോളജി എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൽഫ് സ്റ്റഡി ആണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ MA സൈക്കോളജി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ കുറച്ചധികം തെറാപ്പീസും കാര്യങ്ങളൊക്കെ പഠിക്കുക പ്രൈവറ്റ് ആയിട്ട്. ബിക്കോസ് നമുക്കറിയാലോ, നമുക്ക് പുസ്തകം കിട്ടും, നമ്മളത് നോക്കി പരീക്ഷയ്ക്ക് പഠിച്ചെഴുതാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇഗ്നോന്ന് നോളേജ് കിട്ടില്ല. ഇഗ്നോ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ഒരു PG എടുക്കാനുള്ള കുറച്ചും കൂടി ഒരു എളുപ്പ വഴി എന്ന് മാത്രം തിങ്ക് ചെയ്യുക. ഇഗ്നോന്റെ MA മാത്രം പഠിച്ച് MA കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ഒരുപാട് പേര് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതി എല്ലാം പാസ്സായി, 10, 70, 75% മാർക്ക് ഉണ്ട്, പക്ഷെ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ കൺഫ്യൂസ്ഡ്. കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ്. നമ്മളിപ്പോ തെറാപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പഠിക്കുക തന്നെ വേണം കേട്ടോ. എന്നാലേ നമ്മൾ എക്വിപ്ഡ് ആവുള്ളൂ. നമ്മൾ ഇതിലൊരു ഇതെന്താ വെച്ചാൽ നമ്മളുടെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് PG ഉണ്ട്, പക്ഷെ ഇപ്പൊ നമ്മൾ പറയില്ലേ, അക്കൗണ്ട്സ് പഠിച്ചു, അക്കൗണ്ടൻസി ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും നന്നായിട്ട് കണക്ക് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ ജോലിയിൽ എക്സൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ടെക്നിക്ക് നമ്മൾ നല്ല എക്സ്പേർട്ട് ആവണം. അത് തന്നെയാണ് ഇവിടെ. സൈക്കോളജി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ നമ്മളെ തന്നെ എക്വിപ്പ് ചെയ്യുക, ഒരുപാട് വായിക്കുക, അതുപോലെ ഈ ചെറിയ ചെറിയ കോഴ്സസ് എടുക്കുക. കോഴ്സസ് എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ MA സൈക്കോളജി കഴിയുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പെർഫെക്റ്റ് ആവും. നമുക്ക് പല കാര്യങ്ങളും അറിയും. ഒരു ക്ലയന്റ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ MA സൈക്കോളജി ചെയ്യുന്നതുകൊണ്ട് ഇഗ്നോന്ന് നമുക്ക് വേറെ സപ്പോർട്ട്സ് ഒന്നും കിട്ടില്ല. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ? ക്ലിയർ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്ക്യൂസ് മീ മാം. എക്സ്ക്യൂസ് മീ, കേൾക്കാമോ മാം? കേൾക്കാം, പറഞ്ഞോളൂ. മാം, PG ഡിപ്ലോമ ഇൻ റീഹാബിലിറ്റേഷൻ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ഇഗ്നോവിന്റെ? അപ്പം നമുക്ക് അത് കഴിയുമ്പോൾ നമ്മൾ ലൈസൻസ്ഡ് ആവുന്നത് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് എന്നുള്ള ടൈറ്റിൽ ആണോ? നമുക്ക് RCA ലൈസൻസ് കിട്ടും എന്നുള്ള രീതിക്കാണ് ഇപ്പം. ആ കോഴ്സിനെ കുറിച്ച് നിലവിൽ അധികം ഞാൻ ആ ടോപ്പിക് എടുത്തിടാത്ത എന്താണെന്ന് വെച്ചാൽ, ആ കോഴ്സ് ആകെ കൂടെ 2nd ബാച്ച് എങ്ങാണ്ടേ ആയിട്ടുള്ളൂ, 2 വർഷമേ ആയിട്ടുള്ളൂ ഈ കോഴ്സ് വന്നിട്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ കോഴ്സ് നിലവിൽ നമുക്ക് കേരളത്തിൽ ഇല്ല. ആ കോഴ്സിന് ഇപ്പൊ നമുക്ക് സെന്റേഴ്സ് ഉള്ളത് ഡൽഹിയിൽ 2 സ്ഥലത്തെങ്ങാണ്ട് സെന്റർ ഉണ്ട്, പിന്നെ ശ്രീനഗർ ഉണ്ട്, പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 5 or 6 പ്ലേസസിലാണ് നമുക്ക് നിലവില് PG DRPC ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം വഴിയെയാണ് ക്ലാരിറ്റി വരുന്നുണ്ടാവുള്ളൂ. അതിന് പിന്നെ ഒരു കാര്യം കൂടി ക്ലാരിഫൈ, അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് വി ഷുഡ് ഹാവ് മാസ്റ്റേഴ്സ് എന്നാണോ, അതോ ബാച്ചിലേഴ്സ്? No, it's not bachelor's. We should have masters in psychology. Okay, ma'am. Okay, fine. That is what I hope. ഞാൻ നോക്കിയിരുന്നു, മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 200 സീറ്റ്സേ ഉള്ളൂ കേട്ടോ. ആ കോഴ്സിന് ഇഗ്നോന്റെ മറ്റുള്ള കോഴ്സ് പോലെയല്ല, 200 സീറ്റ്സേ ഉള്ളൂ. ആൻഡ് ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മൾ 500 റുപ്പീസ് കൊടുത്തിട്ട് അപ്ലിക്കേഷൻ ഫോം എടുത്ത് നമ്മൾ അപേക്ഷിക്കണം ആദ്യം. ആ അപേക്ഷിച്ച് കഴിഞ്ഞ് നമ്മുടെ 10th തൊട്ടുള്ള മാർക്ക് കംപ്ലീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എലിജിബിൾ ആണോ എന്ന് അറിയുക. മെറിറ്റ് ലിസ്റ്റ് അവർ പോസ്റ്റ് ചെയ്യും. ആ മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 200 പേർക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. സോ ദിസ് ഇയർ അങ്ങനെ റൂമർ ഉണ്ടായിരുന്നു, ദാറ്റ് ലാസ്റ്റ് ഇയർ പറഞ്ഞതാണ്, ദിസ് ഇയർ ബൈ ജൂൺ
RC വടകര വിൽ ബി ഗെറ്റിംഗ് ദിസ് കോഴ്സ് എന്നുള്ളത്. ഈ ഒരു കോഴ്സ് RC വടകരയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഇൻഫാക്ട് അത് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഗൂഗിളൊക്കെ ചെയ്താൽ കാണാം RC കൊച്ചിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നോ, RC കൊച്ചിനും അത് കിട്ടിയിട്ടില്ല. സോ ഈ ഇൻടേക്കില് അപ്ലൈ ചെയ്യുന്നവരൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരിക അവിടുത്തെ ഏതെങ്കിലും ഒരു സെന്റർ എടുത്തിട്ടായിരിക്കും. ഇത് RC മറ്റേ ജാർഖണ്ഡ് ഇല്ല തോന്നുന്നു, ഛത്തീസ്ഗഡ് ഉണ്ട്, ഡൽഹി ഉണ്ട്, ശ്രീനഗർ ഉണ്ട്. അങ്ങനെ ഒരു 5-6 സ്ഥലമാണ് ഞാൻ കണ്ടത്. ആ 5-6 സ്ഥലത്തിൽ ഏതെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇക്വാലന്റ്. ബാക്കി നമ്മൾ MPhil ഒക്കെ ചെയ്യുന്നത് പോലെ ഇക്വാലന്റ് ആണ്. നമുക്ക് RCA രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓൾറെഡി കോഴ്സസ് ചെയ്ത് അധികം ആൾക്കാർ പുറത്തു വരാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ ആക്ച്വൽ ഒരു രീതി അല്ലെങ്കിൽ എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഒരു ബാച്ച് മാത്രമാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് ഇയർ ഒരു ബാച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. 18 monthsന്റെ കോഴ്സാണ്, 1.5 years ആണ് ആ കോഴ്സ്. 3 yearsനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ക്ലിനിക്കൽ എക്സ്പോഷറും ഉണ്ടോ? അതില് ഇഫ് ഐ എം നോട്ട് റോങ് 4 റിട്ടേൺ പേപ്പറും 2 ഇന്റേൺഷിപ്പോ അങ്ങനെ എന്തോ ആണുള്ളത്. ഓക്കെ താങ്ക് യു മാം. അത് ജസ്റ്റ് ആ ഒരു നോളേജിന് വേണ്ടി ആ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് അവിടെ ഇവിടെ ഈ കോഴ്സ് ഇല്ലാത്തത് കൊണ്ട് യൂഷ്വലി അതിന് ആ ഒരു ഒരു എക്സ്പോഷർ ഇല്ല സത്യം പറഞ്ഞ PGTRPCയില്. പക്ഷെ ഇത്തരത്തിലൊരു കോഴ്സ് വന്നത് കാരണം MPhil ചെയ്യാതെ തന്നെ നമുക്ക് റെക്കഗ്നിഷൻ കിട്ടും എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു കോഴ്സിൽ. മാം വേറൊരു കാര്യം കൂടി, അത് നമ്മൾ ഈ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ട് അലൈഡ് ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അതിനെ 2-3 രീതിയിൽ നമുക്ക് രജിസ്ട്രേഷൻസ് എടുക്കാം എന്ന് എനിക്കറിയാം. ബട്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര അവയർനെസ് ഇല്ല. നമുക്ക് MA സൈക്കോളജി ചെയ്തിട്ട് അത്തരത്തിൽ രജിസ്ട്രേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബാരിയേഴ്സ് ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ മാം. ഓക്കെ ഫൈൻ. ആ ഏരിയയിൽ ഐ എം നോട്ട് അവെയർ ഓഫ്. താങ്ക് യു സോ മച്ച്. ഓ യു വെൽക്കം. യെസ് ലിസ പറഞ്ഞോളൂ. വെരി ഗുഡ് ഈവനിങ്. മേഡം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ രജിസ്റ്റർ ചെയ്തു. ഞാൻ UAE-ലാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ UAE ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ MA സൈക്കോളജി? അത് മേഡത്തിന് അതിനെ കുറിച്ച് അറിയാം? നമുക്ക് ഇവിടെയാണ് അപ്രൂവൽ ഉള്ളതായിട്ട് എനിക്ക് അറിയുള്ളൂ. UGC ഇവിടെ അപ്രൂവൽ ഉള്ളതായിട്ട് അറിയുള്ളൂ. കാരണം നമുക്ക് അവിടെയുള്ള കുറെ പേര് ഇത് എടുത്തവരുണ്ട്. അപ്പൊ അവര് പറയുന്നത് കേൾക്കാം. അവിടെ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഒരുപാട് പേര് ദുബായിൽ നിന്നും പുറത്തുനിന്നും സ്റ്റേറ്റ്സിൽ നിന്നും ഒക്കെ ഈ കോഴ്സ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, പുറത്തുപോയി വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇവിടുന്ന് MSW കഴിഞ്ഞ് MA സൈക്കോളജി ഇവിടുന്ന് ചെയ്തിട്ട് കാനഡയിലൊക്കെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. പക്ഷെ ദുബായിൽ ഇതുപോലെ 1-2 പേര് കഴിഞ്ഞവര് പറഞ്ഞു അത്രയ്ക്ക് ഒരു പ്രയോറിറ്റി ഇല്ല എന്നുള്ളത്. നമുക്കത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നുള്ള രീതിക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എക്യുപ്ഡ് ആവുക. അതെ, നമുക്കൊരു MA സൈക്കോളജി വാലിഡ് ആണ്. പക്ഷെ അവര് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ റെഗുലർ പഠിക്കാത്തത് കൊണ്ട് അത്തരം ഏരിയയിൽ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഒരാളോട് പറഞ്ഞതുപോലെ നമ്മൾ ഈ MA കോഴ്സ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ കോഴ്സസ് ഒക്കെ ചെയ്ത് നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ മേഡം, ഈ ചെറിയ ചെറിയ കോഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താ? ഇങ്ങനെ ഈ ചെറിയ നമുക്ക് തെറാപ്പീസ് എടുക്കാലോ. നമുക്ക് എക്സാമ്പിൾ എന്ന് വെച്ചാൽ തെറാപ്പീസ് പഠിക്കാം. ഈ CBT ഒക്കെ അതിന്റെ ഇതാണോ? അതിന്റെ അതെ CBT ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന CBT ആണ് ഇപ്പൊ ഭൂരിഭാഗം കേസുകളിലും ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മള് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് CBT ആണ്. CBT ആണ് നമ്മൾ അപ്രോച്ച് എടുക്കുന്നത് പലതിലും. ഇല്ല അതല്ലാതെ ഉള്ളതും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ CBT ഹാസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും ആഡഡ് അഡ്വാൻറ്റേജ് നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നത് നമുക്ക് നോളേജ് ആണ് നമ്മൾ ആഡ് ഓൺ ചെയ്യണം. ഇതിലൊന്നും നമുക്ക് സർട്ടിഫിക്കറ്റിന് അല്ല ഇമ്പോർട്ടൻസ് ലിസ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളറിയില്ലേ, നമ്മൾ തിയറി പഠിച്ചു, പണി പഠിക്കണ്ടേ, ചെയ്യണ്ടേ, പ്രവർത്തിക്കണ്ടേ. നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നറിയണം. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് നമ്മളൊരു എക്യുപ്മെന്റ് മേടിച്ചു, ഒരു പുതിയ മൊബൈൽ മേടിച്ചു. ഈ മൊബൈൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് കാര്യമില്ല. ദിസ് ഇസ് ദ സെയിം വിത്ത് MA. ദിസ് ഇസ് ദ സെയിം തിങ് വിത്ത് MA സൈക്കോളജി ഇൻ ഇഗ്നോ. നമുക്കൊരു PG ഡിഗ്രി കിട്ടും. പക്ഷെ ആ PG ഡിഗ്രി നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പല നോളേജും എടുക്കണം.
വായന നന്നായിട്ട് വേണം. നമ്മൾ പരീക്ഷയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം, അതായത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോബ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാനല്ല, നിങ്ങൾക്ക് ഒരു PG എടുക്കണം എന്നേ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഹൗസ് വൈഫാണ്, അവരുടെ വെറുതെ ഒരു മോഹമാണ് അവർക്കൊരു PG എടുക്കണം. അപ്പൊ എന്നാ സൈക്കോളജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഓക്കെ, PG എടുത്താൽ മതി. നമ്മൾ പ്രൊഫഷൻ ആയിട്ട് എടുക്കാനാണ്, നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യണം, നമുക്കിപ്പോ സ്കൂൾ കൗൺസിലിങ്ങിനൊക്കെ കൗൺസിലേഴ്സ് ആയിട്ട് അതെ വർക്ക് അതെ ചെയ്യണം, നമുക്ക് ആ ഓക്കെ ടീച്ചിങ് ഫീൽഡിൽ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജിന് അങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്താണ് ഏതാന്നുള്ളത് ഇറങ്ങി ചെന്ന് പഠിക്കാനേ വേണം. അത് എപ്പോഴും ബെസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതിനെയും കാട്ടി ഞാൻ അഡ്വൈസ് ചെയ്യുക പാരലൽ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു പോവാന്നുള്ളതാണ്. നമുക്കപ്പോ സമയം വേസ്റ്റ് ആവില്ല. ഇപ്പൊ കുറെ പേര് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, അവർ ഓൾറെഡി കഴിഞ്ഞു, ഇനി എന്ത്, വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കും. ഓക്കെ എല്ലാം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ പോയി, എല്ലാം കഴിഞ്ഞിട്ട് ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കും. ഈ വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണി അറിയണ്ടേ, പണി അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് പഠിക്കണ്ടേ, അപ്പൊ വീണ്ടും ടൈം കൺസ്യൂം ചെയ്യാം. ഓക്കെ മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ ഇതോടൊപ്പം അങ്ങനെ തന്നെ സംഭവിക്കാതിരിക്കും. ഇതോടൊപ്പം തന്നെ ഇതൊരു ടു ഇയേഴ്സ് നമ്മൾ ഡിസ്റ്റന്റ് ആയി പഠിക്കുന്നുണ്ടെങ്കിലും ആ 2 ഇയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു റെഗുലർ സ്റ്റുഡന്റ് എത്രത്തോളം എഫേർട്ട് ഇടും അതുപോലെ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റിപ്പുലേറ്റഡ് 2 hours, ശരിക്കും പറഞ്ഞത് 2 ഇയേഴ്സ് ആണെന്നാലും 4 ഇയേഴ്സിൽ തീർക്കാന്ന് പറയുമ്പോൾ ആളുകൾ മട്ടടിക്കും. അതടിക്കാതെ അതെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരു ഓ അഡ്വൈസ് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ തിയറി പേപ്പേഴ്സ് കറക്റ്റ് ആയിട്ട് നടക്കും. അതായത് ഓക്കെ ജാനിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ ഡിസംബറിൽ പരീക്ഷ എഴുതാം, അതിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത പേപ്പേഴ്സ് അടുത്ത ജൂണിൽ എഴുതാം, വീണ്ടും ഡിസംബറിൽ എഴുതാം. പക്ഷേ എവറി 6 months ദർ ഇസ് എൻ എക്സാം. പക്ഷെ ഓക്കെ അതേസമയം ഈ പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് ഇത് RC ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്. സോ 2 ഇൻടേക്ക് ഒരു കൊല്ലത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഒരു കൊല്ലത്തിൽ ശരിക്കും പറഞ്ഞപ്പോൾ 2 പ്രാക്ടിക്കൽസ് ഉണ്ടാവണ്ടേ, വരുന്നുണ്ട്. അതെ കൊല്ലത്തിൽ ഒരു പ്രാക്ടിക്കൽ സെഷനൊക്കെ ചിലപ്പോൾ ഈ RC നടത്തുള്ളൂ. സോ നമുക്ക് ഓക്കെ നമ്മൾ കറക്റ്റായി ചെയ്താലും അവരുടെ ഭാഗത്തുനിന്ന് ലാഗ് ആവാൻ ഓക്കെ ഓക്കെ ഉണ്ട്. ഓ അതെ അല്ലേ. അതുപോലെ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളും ഭയങ്കര ലാഗിങ് ആന്നൊക്കെ ഒരു പൊതുവേ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ലാഗ് എല്ലാത്തിലും ആണ്, ആണല്ലേ. ലാഗ് ഉണ്ട്. നമുക്ക് റിസൾട്ട് ഇഗ്നോയിൽ കുറച്ച് വരാനും ലാഗ് വരും. അസൈൻമെന്റ് റിപ്പോർട്ട് വരാനും പക്ഷെ എന്താ വെച്ചാലേ അവരുടെ ഭാഗത്ത് ലാഗ് ഉണ്ട്, അപ്പൊ നമ്മളും കൂടി ലാഗ് ചെയ്താലോ, അവർക്ക് അപ്പൊ ലാഗ് പിന്നെ ഉണ്ട്, മൊത്തത്തിൽ നമ്മളും കൂടി ലാഗ് ചെയ്താലോ. അതെ അപ്പൊ അതെ നമ്മൾ നമ്മുടെ ഭാഗം കറക്റ്റായി ചെയ്തു പോവാം. യൂണിവേഴ്സിറ്റിയുടെ ലാഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അതെ അതെ അതുപോലെ മേഡമേ ഈ ആര്യ എന്താ ലേൺ ചോദിച്ച വൈസ് ആര്യ? എന്നോടാണോ? അല്ല, ആര്യ ആ ചോദിച്ചതൊന്ന് ഓക്കെ പറഞ്ഞോളൂ. ഇതിന്റെ ഇടയിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാണേ. ഞാൻ രജിസ്റ്റർ ചെയ്തു, പക്ഷെ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവര് ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒരു സ്റ്റുഡന്റിന് മാത്രമേ ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ സിസ്റ്ററും അങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് ഇതുവരെ അത് ലോഗിൻ ചെയ്യാൻ, പിന്നെ നോക്കുമ്പോൾ സൈറ്റ് ഹാങ് ആണ്. ഞാൻ ഒരു ജൂലൈ 15 തൊട്ട് ട്രൈ ചെയ്യാം. അല്ല, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു എന്നാണോ പറഞ്ഞ ആര്യ? അല്ലല്ല, അഡ്മിഷൻ എടുത്തില്ല, ജസ്റ്റ് ലോഗിൻ ഐ ഡി ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. എനിക്ക് അതിന്റെ മെയിൽ വന്നിരുന്നു, പക്ഷെ അതിന്റെ ഫർദർ ആയിട്ട് പിന്നെ എനിക്കൊന്നും ആഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഒന്നും പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുമ്പോ സൈറ്റ് ലോഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ഹാങ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സൈറ്റ് ഇഷ്യൂസ് എപ്പോഴും വരുന്ന ഒരു സാധനമാണ് ഇഗ്നോ എന്ന് പറയുന്നത്. ഇഗ്നോയിൽ ചിലപ്പം അല്ല, കാണിക്കുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇൻകറക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കഴിയാത്തോണ്ടാവും ചിലപ്പോ. ഫോർഗോട്ട് ട്രൈ ചെയ്യുമ്പോ പറ്റുന്നില്ലേ? ഞാൻ അത് വെച്ച് ചെയ്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്താലേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഈ ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. ആര്യ, ഞാൻ കാര്യം ചെയ്യട്ടെ, നമ്മൾ അതിൽ കാര്യമായി ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് വൈ ഡോണ്ട് യു ട്രൈ ലോഗിങ് ഇൻ ആസ് എ ഫസ്റ്റ് ന്യൂ ഫ്രഷ് സ്റ്റുഡന്റ്? ഫ്രഷ് സ്റ്റുഡന്റ് ആയിട്ടും ഞാൻ ചെയ്തു നോക്കി, ബട്ട് സ്റ്റിൽ ആ ഒരു ലൂപ്പിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല. ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ അക്കാഡമിയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. ആക്ച്വലി ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു, മെയിൽ അയച്ചു, നോ റിപ്ലൈ, ഫോൺ ചെയ്തു, അവരെടുക്കുന്നില്ല. I'm not talking about IGNO. You are there in Winbill. Winbill ഉണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടോ? ഇല്ല.
ഇല്ല. അപ്പൊ ആ അതില് ഒന്ന് ട്രൈ ചെയ്തു. യൂസ് ഡിജിലോക്കർ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ലേറ്റർ കാര്യങ്ങളല്ലേ. അതെ തുടക്കത്തിൽ അത് അതൊന്നും ഞാൻ വേണ്ടല്ലോ. വരില്ലല്ലോ. അത് തന്നെ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആക്ച്വലി തുടക്കത്തിൽ എൻ്റെ ഒരു അതൊന്നും. ജൂനിയർ ഈ MA സൈക്കോളജി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ കുട്ടി ഓക്കെ. പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഈ വെബിനാറിൽ കയറിയത്, എന്താണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രോബ്ലം വരേണ്ട ഒരു കാരണം ഇല്ല. പിന്നെ ഇഫ് യു ആർ ആസ്കിങ് ഫോർ എ സപ്പോർട്ട് ഫ്രം ഇഗ്നോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാന്നുള്ളത്. പിന്നെ ഇഗ്നോയിൽ ഓക്കെ. എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള കാര്യത്തിനൊക്കെ സ്റ്റുഡൻസ് ഗ്രീവിയൻസ് സെല്ലുണ്ട്. ആ സ്റ്റുഡൻസ് ആ ഗ്രീവിയൻസ് സെല്ല് പോർട്ടലിൽ കയറിയിട്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. അല്ലെങ്കിൽ പിന്നെ ഒരു നമുക്ക് ഹെൽപ്പ് കിട്ടാവുന്ന ഏറ്റവും സ്പീഡ് ഹെൽപ്പ് കിട്ടാവുന്ന ഒരു സാധനം തന്നെ ഇഗ്നോ ഐഗ്രാം ആണ്. യു ക്യാൻ ഐഗ്രാം. സെർച്ച് ഇൻ ദ ഗൂഗിൾ ആര്യ. ഓക്കെ. ഐഗ്രാം. ഓക്കെ, ഓക്കെ. IGRAM. Hope you ഐഗ്രാം. got it. ആ Yeah, iGram. ഇഗ്നോ ഐഗ്രാം എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആവും. There also you can give your grievance ഓക്കെ. and ഡൺ. just check. കേട്ടോ, if it is possible. Otherwise you just the യൂട്യൂബിലോ ഗൂഗിളിലോ ചെന്നിട്ട് വിംബിൾ അക്കാഡമിയുടെ നമ്പർ എടുത്തിട്ട് you just contact. I am not ഓ supposed to share my personal number. കേട്ടോ. ദാറ്റ്സ് ഫൈൻ. കുഴപ്പമില്ല. That's right. So you can just check with them. I'm sure they will help you out. കേട്ടോ, ഓ എന്താണ് ഏതാണ് എന്നുള്ളത് they will check. കേട്ടോ, എന്നിട്ട് പറഞ്ഞു തരും. കാരണം ഓക്കെ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ മേ ബി ഒരു 3 or 4 ഡേയ്സ് ഒക്കെ ഒരു പ്രോബ്ലം വന്നത് ശരിയാവേണ്ടതാണ്. പിന്നെ ഇന്ന് ആക്ച്വലി ഇത് 2 വീക്സ് ആയി, ഇതുവരെ ഒന്നും വരാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ. എനിവേ എന്തായാലും ഇപ്പൊ ഇന്നും നാളെ ഒന്നും ട്രൈ ചെയ്യണ്ട. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ July 31st was the last day. മേ ബി മനസ്സിലായോ? അതുകൊണ്ടായിരിക്കാം എന്നൊരു അപ്പൊ തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ്. അത് ലാസ്റ്റ് ഡേയ്സ് ആവുമ്പോൾ അത് ഹാങ് ആവും. ഇപ്പൊ പരീക്ഷയ്ക്ക് അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയാം. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ ഈ ഫസ്റ്റ് സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേയിനുള്ളിൽ എക്സാം രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ദറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഓക്കെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയിൽ നിങ്ങൾ വിചാരിച്ച സെന്റർ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കിട്ടില്ല. സോ ലാസ്റ്റ് ഡേറ്റ് ആവട്ടെ എന്ന് വിചാരിക്കരുത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സെന്റർ കിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് ദി എൻഡ് എപ്പോഴും ഹാങ് ആവുന്ന ഒരു സൈറ്റ് ആണ്. അപ്പൊ എക്സാം ഒക്കെ അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സാമിന് കോൾ ഫോർ ചെയ്യുമ്പോൾ തന്നെ സെന്റർ അപ്ലൈ ചെയ്യുക കേട്ടോ. ആര്യ, യു ക്യാൻ ഡു ദിസ് തിങ്. യു ക്യാൻ ജസ്റ്റ് ട്രൈ വൺസ് അഗെയിൻ. നോട്ട് നൗ. എന്തായാലും ലാസ്റ്റ് ഡേറ്റ് നീട്ടും. 1 month അല്ല. സോ ഐ തിങ്ക് യു ക്യാൻ ചെക്ക് അറൌണ്ട് Monday. കേട്ടോ. ആര്യ കേട്ടു എന്ന് വിചാരിക്കണോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം മാഡം അസൈൻമെന്റ് എനിക്ക് മാഡം എനിക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ടേ. ഹലോ, ബീനയല്ലേ? പറയൂ ബീന മാം. ഹലോ ആരാ ചോദിക്കുന്നേ? മാഡം, ഞാൻ ബീന ലിസ മാം അല്ലേ? ആണേ. ചോദിച്ചോളൂ. ജസ്റ്റ് ഒരു ഡൗട്ടും കൂടെ ഉണ്ട് മാഡം. ശരിക്കും ആ, പറഞ്ഞാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു ഡയറക്റ്റ് ക്ലാസ് കിട്ടത്തില്ലല്ലോ ഈ ഡിസ്റ്റൻസ് ഒക്കെ ഇല്ല എടുക്കുമ്പം. അപ്പം ഇല്ല. അതല്ലാതെ ഈ യൂട്യൂബിലൊക്കെ ഈ ലേൺ വോയ്സ് എന്ന് പറയുന്ന ആപ്പ്, അത് ഇതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതെങ്ങനെയാ ഇവർ ടൈപ്പ് ആണോ? അതെന്താ അതിനെക്കുറിച്ച് മാഡത്തിന്? അല്ല, അതൊക്കെ പ്രൈവറ്റ് ട്യൂഷൻ സെന്റേഴ്സ് അല്ലേ ലിസ? അതിപ്പം എനിക്ക് ഇന്ന അതെ സെന്റർ നല്ലതെന്ന് പറയാൻ പറ്റില്ലത്. ഇത് പ്രൈവറ്റ് ആണ്. അതെ അല്ലേ, ഞാൻ വിചാരിച്ചു അത് രജിസ്റ്റർ തമ്മിൽ എന്താ ഒരു വർക്കും ടൈപ്പ്. ചെയ്തിട്ടില്ല. നോ നോ നോ, ആണോ? ഇഗ്നോ ആ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദീസ് സെന്റേഴ്സ്. പ്രൈവറ്റ് ട്യൂഷൻ സെന്റേഴ്സ് ആണ്. അത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സെന്റർ ആണ് തിരഞ്ഞെടുക്കേണ്ടത് അതെ അല്ലേ. ആ തിരഞ്ഞെടുത്ത് ഓക്കെ ഓക്കെ. പഠിക്കാന്നുള്ളതേ ഉള്ളൂ അതാ കേട്ടോ. അല്ലേ, ഞാൻ വിചാരിച്ചു ഇവര് തമ്മിൽ എന്തോ ടൈപ്പ് ആണ്, അതിനെപ്പോഴും ഇങ്ങനെ ഇല്ല, ഇതായിട്ട് ഇഗ്നോ ഞാൻ ആടുന്നുണ്ട്. പറഞ്ഞ മാതിരി ഇഗ്നോ ചില സെഷനിലുള്ള ആൾക്കാർക്ക് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഓൺലൈൻ ക്ലാസ് കൊടുക്കാറുണ്ട്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കണക്ട് ആവുന്ന 1-2 വീഡിയോസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ അവർ ഇട്ട് തരും. അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഓക്കെ ഒരു റെഗുലർ ക്ലാസ്സും ഓക്കെ ഒന്നും ഓക്കെ കിട്ടില്ല. ഓക്കെ മാഡം. വീന ഓക്കെ, മാമിന് എന്തോ താങ്ക് യു ഡൗട്ട് വെരി ഉണ്ടായിരുന്നു. മച്ച്. യാ ഓക്കെ മാം. മാം ചോദിച്ചോളൂ. നമ്മൾ അസൈൻമെന്റ് പ്രിപ്പയർ നമ്മൾ ഹാൻഡ് റൈറ്റൺ തന്നെ വേണമെന്ന് നിർബന്ധമാണല്ലോ. നിർബന്ധമാണ്. അതിന് എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ഉണ്ടോ മാം? നമ്മളിങ്ങനെ ഹാൻഡ് ആയിരിക്കണം റിട്ടൺ ആണ്. ഹാൻഡ് റിട്ടൺ ആണ്. ഹാൻഡ് റിട്ടൺ ആണ്. നമ്മൾ സാധാരണ പറയാ 1 സൈഡ് റൂൾഡ് എടുക്കാനാണ് പറയാ. ബോത്ത് സൈഡ്സ് എടുക്കാതിരിക്കാൻ നല്ലത്. കാരണം ഇൻ കേസ് നമുക്ക് പേനയൊക്കെ സ്മഡ്ജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവര് പേപ്പേഴ്സ് കൊണ്ടുപോയിട്ട് വെക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ അത്ര സുഖമുള്ള സ്ഥലങ്ങളൊന്നും ആവില്ല. അപ്പൊ സ്മഡ്ജ് ആവാനൊക്കെ സാധ്യതയുണ്ട്.
അപ്പൊ എപ്പോഴും നല്ലത് നമ്മൾ വൺ സൈഡ് റൂൾഡ് വൺ അതർ സൈഡ് പ്ലെയിൻ ഉള്ള പേപ്പേഴ്സ് കിട്ടുമല്ലോ, പ്രൊജക്ട് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അസൈൻമെന്റ് പേപ്പേഴ്സ്, പ്രൊജക്ട് പേപ്പേഴ്സ്. അപ്പൊ അത്തരത്തിലുള്ള പേപ്പേഴ്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. 4 സൈഡും ബോർഡേഴ്സ് ഉള്ള പേപ്പേഴ്സ് കിട്ടും. അത്തരത്തിലുള്ള പേപ്പേഴ്സ് തിരഞ്ഞെടുക്കുക, അതിൽ അസൈൻമെന്റ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അസൈൻമെന്റ്സ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും നമ്മൾ അറ്റാച്ച് ചെയ്യും. എന്നാലും എപ്പോഴും നല്ലത് നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. കറക്റ്റ് ചെയ്യുന്നവർക്കും അത് കുറച്ച് ഈസി ഗോ അല്ലേ, തിരിച്ചു മറിച്ച് എപ്പോഴും നോക്കേണ്ടി വരുമ്പോൾ അവർ ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നല്ലത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റാച്ച് ചെയ്യുമെങ്കിൽ പോലും എസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമ്മുടെ എസ് എഴുതുക, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതുക എന്നുള്ള ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റ് ഷീറ്റ്സ് വന്നിട്ടുണ്ടാവും, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, നമുക്ക് ഇഗ്നോന്ന് ആരെങ്കിലും നമ്മളോട് പറയും, അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. അങ്ങനെ ആരും നമ്മളോട് പറയില്ല, ചോദിക്കില്ല. കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മളത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതെ അതെ, ആ ഡേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ല. ടെക്സ്റ്റ് ബുക്സ് വന്നെന്നല്ലാതെ പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ ബീന മാം? ഫസ്റ്റ് ഇയർ ആണ്, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത് സെപ്റ്റംബർ 30 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അതൊക്കെ അറിഞ്ഞു. ഡിസംബർ ആണ് എക്സാം എന്നും അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ ജാനുവരി സെഷനിൽ ജോയിൻ ചെയ്ത ആളാവും അല്ലേ? അതെ 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 മാം. ഓക്കെ ഫൈൻ. അപ്പൊ സെപ്റ്റംബർ ആകുമ്പോഴേക്കും അസൈൻമെന്റ്സ് എഴുതി വെക്കുക കറക്റ്റ് ടൈമിന് കേട്ടോ. ഡിസംബറിൽ എക്സാംസ് എഴുതുക, വിട്ടുപോവാതെ മാക്സിമം നമ്മൾ നമ്മുടെ ആ ഒരു ടൈം തന്നെ കൊണ്ടുപോകും. ഇപ്പൊ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വേറെ. അതല്ലാതെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ചെയ്ത് പോവുക, നമ്മുടെ ഭാഗത്തുനിന്ന് ഡിലേ വരാത്ത വിധത്തിൽ. അസൈൻമെന്റ് എന്താ കെട്ടുക ചെയ്യേണ്ടത് കേട്ടോ. അസൈൻമെന്റ്സ് നമ്മൾ എഴുതി റെഡിയാക്കിയതിനു ശേഷം അസൈൻമെന്റിന്റെ മുമ്പിൽ വെക്കാൻ, അതും നിങ്ങൾക്ക് എന്താ പറയുന്നത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ വെക്കാൻ ഷീറ്റ്സ് ഉണ്ടാവും. ആ ഷീറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം ഈ അസൈൻമെന്റിനെ ടൈ ചെയ്യാൻ വേണ്ടിട്ട്. ഈ ഷൂ ലേസ് പോലത്തെ ലേസ് വാങ്ങാൻ കിട്ടും നമുക്ക്, ഫൈൽ ലേസ് ഇല്ലേ, ഫൈലിൽ കിട്ടുന്ന. RC കൊച്ചിനാണോ ബീന മാം? ഞാൻ പറഞ്ഞില്ല മാം, ചെയ്തത് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം, കാരണം നല്ല ഒരു ട്രാവൽ ഉണ്ട് എനിക്കത്. സോ വേർ ആർ യു ആക്ച്വലി? ട്രിവാൻഡ്രം തന്നെയാണോ? കൊല്ലം മാം, കൊല്ലമാണ്. കൊല്ലം ആലപ്പുഴ, കൊല്ലത്തിന്റെ സ്റ്റാർട്ടിംഗ് ഏരിയ ആണ് ഞാൻ. ആലപ്പുഴ എൻഡ്. നമുക്ക് കൊല്ലം, കോട്ടയം ആ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ RC കൊച്ചിന്റെ ചെയ്യുന്നവരുണ്ട് ഇഷ്ടംപോലെ. അവിടെ ചെയ്യാനാണെന്ന് ഞാനും വിചാരിക്കണം. ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ ചേഞ്ച് ചെയ്ത് കിട്ടും കേട്ടോ, ചേഞ്ച് ചെയ്ത് കിട്ടും. അതുപോലെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാവുന്ന ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ കൗൺസിലിംഗ് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ക്ലിനിക്കൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി അബദ്ധം പറ്റി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആണ് രജിസ്ട്രേഷൻ ചെയ്തതെന്ന്, നിങ്ങൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ആണ് ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ചൂസ് ചെയ്തു, വീട്ടമ്മയാണ് അല്ലെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ, അവർക്ക് ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി കിട്ടിയിട്ട് ഒരു കാര്യമില്ല, ഓർഗനൈസേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ അപ്ലൈ ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് അതന്നെ പഠിച്ചു പോണവരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ പറ്റുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ RCനെ പോയി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ RCയിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. കൗൺസിലിംഗ് ക്ലിനിക്കലോ, ക്ലിനിക്കൽ ഓർഗനൈസേഷനോ നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും മാറാം. അതിനൊരു എമൗണ്ട് ഉണ്ട്, എനിക്ക് കൃത്യം എമൗണ്ട് അറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 1500 1100 അങ്ങനെ എന്താ തോന്നുന്നു. എന്തായാലും അങ്ങനെ പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീം മാറാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ ഒരു പ്രൊവിഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ഇയറിൽ ഇൻ കേസ് നിങ്ങൾ പ്രൊജക്ട് എടുത്തു, നിങ്ങളെ കൊണ്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് ദ തിയറി പേപ്പർ ദാൻ ദ പ്രൊജക്ട്. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ തോന്നുകയാണ്, നിങ്ങൾക്ക് അത് എന്ത് ചെയ്തിട്ടും സമയം കിട്ടുന്നില്ല, മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനും പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾ ഇതുപോലെ RCയിൽ പോയി ഒരു അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിൽ നിന്ന് ഇതിലേക്ക് പ്രൊജക്റ്റിലേക്ക് മാറാനോ, അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ നിന്ന് വൈസ് വേഴ്സ ഇങ്ങോട്ട് മാറാനോ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. നിങ്ങൾ ചൂസ് ചെയ്ത് പോയത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഇത് പലവർക്കും അറിയില്ല, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റും. ഓക്കെ മാം, പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നതാണോ അതോ തിയറി ചെയ്യുന്നതാണോ? വിച്ച് വൺ ഈസ് ബെറ്റർ?
സി ഇറ്റ് ഇസ് അപ് ടു യു. പ്രൊജക്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ട് എടുത്തത് കൊണ്ട് ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പി ജിയിൽ എനിക്കൊരു പ്രൊജക്ട് എടുക്കണം എന്നുള്ളത് കൊണ്ട്, അതായത് ഇപ്പൊ ചിലവർ പറയും PhD ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് എടുത്തു. പക്ഷെ PhD ചെയ്യാൻ ഐ തിങ്ക് പ്രൊജക്ട് PGക്ക് വേണമെന്ന് നിർബന്ധമില്ലാത്ത ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അങ്ങനെ പ്രൊജക്ട് ഒന്നും ചെയ്യാൻ മറ്റേ PhDയും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകാനല്ല, നിങ്ങൾക്ക് ആഡ് ഓൺ നോളജ് അല്ലെങ്കിൽ ഒരു PG എടുക്കണം എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ടീച്ചിങ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ 046 ഇസ് മോർ ദാൻ ഇനഫ് പോസിറ്റീവ് സൈക്കോളജി, ബിക്കോസ് കുറച്ചുകൂടി ഈസിയർ ആണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. പ്രൊജക്ട് ആകുമ്പോൾ അതിന് കുറെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അതെ അതെ. പിന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പ്രൊജക്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലെ പേപ്പർ 5 ആൻഡ് പേപ്പർ 6, ദാറ്റ് ഇസ് റിസർച്ച് മെത്തഡോളജി ആൻഡ് 6th പേപ്പർ ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് രണ്ടും പാസ്സായിരിക്കണം. ഇത് രണ്ടും ഫസ്റ്റ് ഇയറിൽ പാസ്സായ ഒരാൾക്ക് മാത്രമേ സെക്കൻഡ് ഇയറിൽ പ്രൊജക്ട് എടുത്താലും പ്രൊജക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതും മനസ്സിൽ വേണം. കാരണം നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇയർ പേപ്പർ ഒന്നും എഴുതിയില്ല, നമ്മൾ സെക്കൻഡ് ഇയർ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊജക്ട് എടുത്തു. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായത് ഫസ്റ്റ് ഇയറിൽ ഈ 2 പേപ്പർ പാസ്സായാൽ മാത്രമേ നമുക്ക് പ്രൊജക്ട് സിനോപ്സിസ് വെക്കാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതും മനസ്സിൽ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ നിർബന്ധമായി പ്രൊജക്ട് PGക്ക് ചെയ്യണം എന്നുള്ള ഒരു കാരണവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഓപ്റ്റ് ഫോർ 046 എന്നുള്ളതാണ്. കാരണം എന്റെയൊക്കെ ബാച്ചിൽ ഐ ഹാവ് സീൻ സോ മെനി പീപ്പിൾ ഗിവിംഗ് അവേ പ്രൊജക്ട് ആൻഡ് ടേക്കിംഗ് അപ്പ് 046. കാരണം എന്ന് വെച്ചാൽ പ്രൊജക്ടിന്റെ പുറകെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, സിനോപ്സിസ് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട്, സമയം കൺസ്യൂം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് വേഗം തീർക്കണം എന്നൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് എടുത്ത് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് 046ക്ക് വരാറുണ്ട്. അപ്പൊ ആലോചിച്ച് തീരുമാനിച്ച് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചൂസ് ചെയ്തിട്ട് ഈ മാറ്റാൻ പ്രൊവിഷൻ ഉണ്ട്, എന്നാൽ പോലും അത്രയും സമയം നമുക്ക് കളയണ്ടല്ലോ. ചൂസ് ചെയ്യുമ്പോൾ തന്നെ വൈസായിട്ട് നമുക്കത് വേണ്ട, തിയറി പേപ്പർ മതി എന്നുണ്ടെങ്കിൽ തിയറി പേപ്പർ ചൂസ് ചെയ്താൽ മക്കളത് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കാവുന്ന ഒരു പേപ്പർ തന്നെയാണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ലിസ അതിന്റെ ഇടയിൽ ചോദിച്ചിരുന്നത് റെക്കോർഡഡ് ആണോ എന്ന്. റെക്കോർഡഡ് വീഡിയോ ആണ് കേട്ടോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ പിന്നെയാ എക്സാം കണ്ടത്. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ മാം. എക്സാമിന് അസൈൻമെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും? അത് ചിലവർക്ക് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അസൈൻമെന്റ് പഠിച്ചു പോയത് കാരണം, അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോയത് കാരണം ഭയങ്കര ഈസി ആയിരുന്നു പറയുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 100% അങ്ങനെ അങ്ങനെയാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ശരിയായ ഒരു കമന്റ് അല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു യൂട്യൂബില് മറ്റേ ഇത് റീല് പറയുന്ന പോലെ ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവില്ല. ചിലപ്പോൾ നമ്മൾ അതായിരിക്കും പഠിച്ചിട്ട് പോണത്, പക്ഷെ അതൊന്നും ഒരു ചോദ്യം ചോദിച്ചില്ല എന്ന് വരും. അപ്പൊ നാളെ അന്ന് ക്ലാസ് എടുത്ത് അവര് പറഞ്ഞല്ലോ എന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒരുവിധം എല്ലാ ഏരിയാസും പഠിച്ചു പോവുക. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ പേപ്പർ നന്നായിട്ട് അങ്ങ് എഴുതുക എന്നുള്ളതാണ്. നന്നായിട്ട് പേപ്പർ എഴുതുക. സൈക്കോളജിയുടെ ബേസിക്സും കാര്യങ്ങളും എല്ലാം പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പേപ്പർ എഴുതുമ്പോൾ കേട്ടോ. പഠിച്ചപ്പോ പിന്നെ ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഇത് ഓരോരുത്തരുടെ ഹാബിറ്റ് ആണ്. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ഐ ഡോണ്ട് ഹാവ് ആൻ ഹാബിറ്റ് ഓഫ് സീയിങ് ഓൾ ദീസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നോക്കിയിട്ടില്ല. അത് എന്റെ രീതിയാണ്. സോ ദാറ്റ് മൈറ്റ് നോട്ട് ബി ഫോർ സംബഡി എൽസ് അല്ലെ. അവര് അങ്ങനെയായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച ഒരുപാട് പേരുണ്ട്. ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിയെടുത്ത് അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ടെക്സ്റ്റ് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആളാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ മാം, ഞാനും അങ്ങനെ ആയിരുന്നു. ഇങ്ങനൊരു ന്യൂസ് കേട്ടപ്പോ അല്ല തൽക്കാലം അതെന്താണെന്നറിയോ, ചിലപ്പം എല്ലാ വർഷവും അങ്ങനെ ആയിരിക്കാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വർഷം അങ്ങനെ ആയില്ലെങ്കിലോ, ഇഗ്നോർ തോട്ട് അതർവൈസ് എന്നാണെങ്കിലോ നമ്മൾ പെട്ടുപോകും കേട്ടോ, നമ്മൾ പെട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ആവാം. അതും നോക്കാം, അതേ പറയാൻ പറ്റൂ. അതും ഒരു വട്ടം ഒന്ന് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് സബ്ജക്ട് നോളജ് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നന്നായി പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ ആഫ്റ്റർ ഓൾ അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. വെറുതെ ഒരു PG എടുക്കുന്നതിനായിട്ട് നല്ലത് എന്താണ് നമ്മൾ പഠിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സബ്ജക്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യണം നല്ലതാ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അഡ്മിഷൻ അപ്പ് എടുത്തു, ഇയർ ഹാഫ് ഡേ റൈറ്റ് നൗ, ഓഗസ്റ്റ് ആയി, അധികം സമയമില്ല. അസൈൻമെന്റ്സ് എഴുതിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അസൈൻമെന്റ്സ് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.
അധികം സമയം ഇല്ലല്ലോ ഇനി. ഓക്കെ, താങ്ക് യു മാം, കേട്ടോ? താങ്ക് യു സോ മച്ച്. ഓ യു വെൽക്കം. ഓ യു വെൽക്കം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനെ ബേസ് ചെയ്തിട്ട്? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? മാം, അപ്പാർട്ട് ഫ്രം ദിസ് മാം ഒരു ലോയറും കൂടി ആയതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. ഡു വി ഹാവ് ലീഗൽ സ്റ്റഡീസ് ഓൺ ഡിസ്റ്റന്റ് മോഡ് ഇൻ ഇന്ത്യ? നോ. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ട് ലീഗൽ ഇതിന് ഒന്നുമില്ല. നമുക്ക് ഉണ്ടായിരുന്നത് ആകെ ഈവനിങ് ക്ലാസ്സസും കാര്യങ്ങളാണ്. അതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറോ അതിന് മുമ്പത്തെ ഇയറോ ട്രിവാൻഡ്രം ലോ കോളേജിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ഇപ്പൊ നിർത്തലാക്കി. സോ ഡിസ്റ്റൻസ് സ്റ്റഡി ഈസ് നോട്ട് പോസിബിൾ കേട്ടോ ലോയിൽ. ഓക്കെ മാം. So shall we wind up? Okay, thank you so much, ma'am. It was a fruitful Oh session. yeah. Thank you so much. Thank you for having you all. താങ്ക് യു മാം. Okay. Okay, ma'am. Thank you. Oh, you're welcome. Okay. Bye. Good night. Bye. Good night.